ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ എന്ന് പറയാറുണ്ട്. എന്താ അതിന്റെ കാരണം? ഒന്ന്, നമുക്ക് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, എത്ര എണ്ണം ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കിൽ നിന്നും വരുമെന്ന് തിരിച്ചറിയാൻ, ക്വസ്റ്റ്യന്റെ ലെവൽ തിരിച്ചറിയാൻ. അതുപോലെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വ്യക്തമായും സ്പഷ്ടമായും എൻ്റെ കൈകളിൽ ഭദ്രമാണോ എന്ന് തിരിച്ചറിയാനും ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് RRB ജെഇയിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും വരാനിരിക്കുന്ന RRBയുടെ ALP പരീക്ഷയ്ക്കും ജെഇ പരീക്ഷയ്ക്കും NTPC പരീക്ഷയ്ക്കും ഇനി വിളിക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയ്ക്കും എല്ലാം ഈ ചോദ്യങ്ങൾ ഒന്നിനൊന്ന് ഉപകാരപ്പെടുന്നവയാണ്. അതുകൊണ്ട് എന്നോടൊപ്പം ഇരുന്നു കൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ നോക്കേ. മകളെ, ദാണ്ടെ ഒന്നാമത്തെ ചോദ്യം നോക്കേടാ. ഡെസിമൽ പാർട്ട് ഓഫ് എനി നമ്പർ ഈസ് ഓൾവേസ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സാധാരണ ഇതിൽ നമ്പറുകൾ 1, 2, 3, 4 എന്നിങ്ങനെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുക ഇവന്റെ ഡെസിമലുകൾ ഞാൻ എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? 0.1, 0.2, 0.3 എന്നിങ്ങനെയല്ലേ എഴുതേണ്ടത്? ഓക്കെ അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇവന്മാർ ഒന്നാമത് 0-നേക്കാൾ വലുതായിരിക്കും. ശരിയാണോ? അതുപോലെ തന്നെ ഇവന്മാർ 1-നേക്കാൾ ചെറുതായിരിക്കും. ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് ഓടി വരണം. വരുമ്പോൾ ഓപ്ഷൻ എ എന്തായാലും വരില്ല. ഇനി വരുന്ന ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് നോക്കുക, ഓപ്ഷൻ സി. കണ്ടോ 0. നമുക്ക് ആദ്യമേ ഒരു ഡൗട്ട് തോന്നി, 0 വരുമോ? മകളെ, 0 അല്ല വലുത്. ഈ പറയുന്ന ഡെസിമൽ ആകുന്ന വാല്യൂസ് ആണ് വലുത്. 0 അതിനേക്കാൾ ചെറുതാ. ഇവിടെ 0 വലുതാണെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നത്. പിന്നെ നമ്മൾ ആരെ നോക്കിയാൽ മതി? ആ 1ന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കടാ. 1,2,9,9 ഇൻറ്റു 1,2,9,9. മകളെ, ഇവിടെ ഏത് വർക്ക് ചെയ്യാം? നമുക്ക് ഏത് ടെക്നിക്ക് വർക്ക് ചെയ്യാം? ഇവിടെ ഡിജിറ്റ് സം എന്ന് പറയുന്ന ടെക്നിക്ക് വർക്ക് ചെയ്യാം. അവിടെ 1, 2, 9, 9 എന്നല്ലേ ഡിജിറ്റ് സമ്മ് എടുക്കാം. എത്ര വരും? 9കളെ വെട്ടിമാറ്റൂ, അവശേഷിക്കുന്നത് 3. അപ്പോ നമ്മുടെ ചോദ്യപ്രകാരം 1, 2, 9, 9 ഇൻറ്റു 1, 2, 9, 9 എന്ന് പറയുമ്പോൾ 3 ഗുണം 3 അത് എത്രയാകും? 9 ആകും. 9ന് പകരം എനിക്ക് എന്തെന്ന് വിളിക്കാം? ഡിജിറ്റ് സമ്മ് 0 എന്ന് വിളിക്കാം. അതായത് താഴെയുള്ളതായ 4 ഓപ്ഷനുകളിൽ 0 ഡിജിറ്റ് സമ്മ് വരുന്നവനെ കണ്ടുപിടിച്ചാൽ മതി. ഇനി നോക്കാം. 1, 8 വെട്ടി ഞാൻ. ഇനി 6, 7 എത്ര വരൂടാ? 13, 4, 17, 1, 18. മക്കളെ, ഇതെല്ലാം വെട്ടിപ്പോകും. കാര്യം എന്താ? 9ന്റെ മൾട്ടിപ്പിൾ 9ഉം വെട്ടി മാറ്റണം. അവശേഷിക്കുന്നത് എന്തുണ്ടോ അത് എഴുതണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് ഓപ്ഷൻ എക്ക് 0 ആണ്. അടുത്തവൻ എന്ത് വരും നോക്കേ? 1ഉം 8ഉം വെട്ടി, 6ഉം 3ഉം വെട്ടി, 9 അല്ലേ വരുന്നത്. ഇനി ആര് മാത്രമേ ഉള്ളൂ? 7ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 8 വരും. ഇനി ഇതാ നോക്കേ, അടുത്ത ഓപ്ഷൻ സി. 1ഉം 8ഉം വെട്ടി. ഇനി അവിടെ ആരെങ്കിലും വെട്ടാനുണ്ടോ നോക്കേ? 6, 5, 11, 7, 18. ഇതങ്ങ് വെട്ടും. ഇനി അവശേഷിക്കുന്നത് ആര് മാത്രമാണ് മക്കളെ? 1 മാത്രമാണ്. ഇനി നോക്കേ, 5, 3, 8, 1, 9. ഇനി അവിടെ എന്താ ഉള്ളത്? 8, 1ഉം കൂടെ വെട്ടുമ്പോൾ 9 മാറും. ഇനി അവിടെ അവശേഷിക്കുന്നത് ആര് മാത്രമാണ്? 5 മാത്രമാണ്. 0 എന്ന ഡിജിറ്റ് സം വരുന്ന ഒരേ ഒരാൾ ഓപ്ഷൻ എ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. സിമ്പിൾ. ഓക്കെ ആണോ? ആണ്. അടുത്ത ചോദ്യം നോക്കാടാ. നോക്കിക്കേ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ whose cube is equal to itself. ക്യൂബ് എടുക്കുമ്പോൾ അതേ സംഖ്യ തന്നെ വരണം, പക്ഷെ അവൻ ഏറ്റവും ചെറുതാകുന്ന ഇൻറ്റിജറും ആകണം. ഇവിടെ ഇൻറ്റിജറുകൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും, അതുപോലെ പോസിറ്റീവ് ആകുന്ന ഇൻറ്റിജറുകളും വരും. അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല, പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്? എന്തായാലും 2 വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാര്യം 2 ഒരു ചെറിയ നമ്പർ അല്ല. 1ഉം -1 0. ഇതിൽ ആരോ ഒരാളാണ്. ഇനി നമുക്ക് നോക്കാം. 1ന്റെ ക്യൂബ് എടുത്താൽ എത്ര തന്നെ വരൂടാ? 1ന്റെ ക്യൂബ് എടുത്താൽ 1 തന്നെ വരും. 0യുടെ ക്യൂബ് എടുത്താൽ എന്ത് തന്നെ വരൂടാ? 0 വരും. -1ന്റെ ക്യൂബ് എടുത്താൽ എന്തോ വരും? -1 എന്ന് വരും. അപ്പോൾ ആൻസർ കിട്ടുന്നത് ഏറ്റവും ചെറുതാകുന്ന ഒരു വാല്യൂവിലേക്ക് ആയിരിക്കണം. -1 ഏറ്റവും ചെറിയ ഇൻറ്റിജർ എന്ന് പറയുന്നത്. ശരിയല്ലേ? കൂട്ടത്തിലെ ഏറ്റവും ചെറുതാകുന്ന ഇൻറ്റിജർ ആരാ? -1. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഡൗട്ടുകളില്ല. അടുത്ത ചോദ്യം. ഈ ചോദ്യം പഠിക്കുന്നതിന് മുമ്പ് LCM HCF റിലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM ഇൻറ്റു HCFന് ഈക്വൽ ആകും. ഓക്കെ ആണോ? ഇനി ചോദ്യം ഒന്ന് വായിച്ചേ. അവിടെ 2 കോപ്രൈമുകളാകുന്ന നമ്പറുകളുണ്ട്. കോപ്രൈമുകളാകുന്ന നമ്പറുകളുടേതാകുന്ന പ്രോഡക്റ്റ് 903, 903. എങ്കിൽ എന്താണ് LCM എന്ന് ചോദിക്കുന്നു. മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കേ. കോപ്രൈംസിന്റെ HCFകൾ എല്ലായ്പ്പോഴും 1. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആര് വരും? LCM വരും. പിന്നെ ചെയ്തു നോക്കേണ്ട കാര്യമേ ഇല്ല. ഡയറക്റ്റ് ആൻസർ പറയാം. ഓപ്ഷൻ ബി ഇറ്റ്സെൽഫ്.
എന്താണ് ഓപ്ഷൻ ബി 903 തന്നെയായിരിക്കും ആൻസർ. കാര്യം എന്താ, പ്രോഡക്റ്റ് എന്താണെന്നാണോ അത് തന്നെയായിരിക്കും അവിടുത്തെ LCM-ഉം കോപ്രൈമുകളാണെങ്കിൽ പഠിച്ചു വെച്ചേക്ക്. ഓക്കെ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കേ. ഇവിടെ LCM-ഉം കണ്ടുപിടിക്കണം, ആരെയും കണ്ടുപിടിക്കണം, HCF-ഉം കണ്ടുപിടിക്കണം. പക്ഷെ കണ്ടുപിടിക്കേണ്ട LCM-ഉം HCF-ഉം ആരുടേതാ? റെസിപ്രോക്കൽസ് ഓഫ് 18 and 24. ശരിയാണോ മക്കളെ? ഇപ്പൊ എക്സ് എന്നൊരു സംഖ്യ, അതിന്റെ റെസിപ്രോക്കൽ ആരായിരിക്കും വരുന്നത്? 1/x അല്ലേ വരുന്നത്? ശരിയാണല്ലോ. എന്നാൽ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ത് വരുമെന്ന് പറഞ്ഞോടാ. ഇവിടെ 18ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ആര് വരും മക്കളെ? 1/18 വരും. അതുപോലെ 1 ആരെന്നും വരൂടാ? 24 എന്ന് വരും. 24ന്റെ റെസിപ്രോക്കൽ ശരിയാണോ? 1/24 എന്ന് വരും. ആരുടെ റെസിപ്രോക്കൽ? 24ന്റെ. ഇനി ഫ്രാക്ഷൻസ് ആണ് ഇവന്മാര് രണ്ടുപേരും. അപ്പോൾ LCM-ഉം HCF-ഉം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകളൊന്ന് ഓർത്തു വെച്ചേക്കണം. എന്താണ്? താ നോക്കിക്കോ. LCM ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? താണ്ടെ ആദ്യം ന്യൂമറേറ്ററിനകത്ത് നമ്മൾ ന്യൂമറേറ്ററുകളാകുന്നവന്മാരുടെ രണ്ട് പേരുണ്ടല്ലോ അവിടെ, അവന്മാരുടെ LCM കാണണം. താഴെ എന്ത് കണ്ടുപിടിച്ച് എഴുതി വെക്കണം? HCF ഓഫ് ഡിനോമിനേറ്ററുകൾ കണ്ടുപിടിച്ച് എഴുതേണ്ടി വരും. ഓക്കെ ആണോ? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് HCF ആണ് എന്നാണെങ്കിൽ നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടി വരും? താണ്ടെ നേരത്തെ പറഞ്ഞത് തിരിച്ചങ്ങ് എഴുതിയാൽ മതി. എന്താ? താണ്ട് ഇവിടെ നിങ്ങൾ HCF തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ആരുടെ? ന്യൂമറേറ്ററിന്റെ HCF. താഴെ എന്തെഴുതേണ്ടി വരും? ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് എന്തെഴുതേണ്ടി വരും? അവിടെ നമ്മൾ LCM എഴുതേണ്ടി വരും. ആ ഓർഡർ ശ്രദ്ധിച്ചോ. LCM ആണെങ്കിൽ LCM/HCF എഴുതണം. HCF ആണെങ്കിൽ HCF/LCM എന്ന് എഴുതണം. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എളുപ്പമാണ്. ചോദ്യത്തിനകത്ത് ന്യൂമറേറ്ററുകൾ എന്ന് പറയുന്നത് 1കളാണ് രണ്ടു പേർക്കും എന്ന കാരണം കൊണ്ട് LCM 1 തന്നെ വരും, HCF-ഉം 1 തന്നെ വരുമെന്ന് ചിന്തിക്കാം. ഇനി ഡിനോമിനേറ്റർ ആകുന്നത് എന്ത് വരുമെന്ന് രണ്ടുപേരെടുത്തും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം മാത്രം കൊടുത്താൽ മതി. അതിന് നമ്മൾ സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കുന്നു. 18 എഴുതി 24 എഴുതി. രണ്ടുപേരെയും എനിക്ക് ഒരുപോലെ വെട്ടി ചെറുതാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നമ്പർ നോക്കുമ്പോൾ എനിക്ക് 6 എൻ്റെ കണ്ണിപ്പെട്ടു, 6. അതുകൊണ്ട് 6 വെച്ച് വെട്ടി ചെറുതാക്കുമ്പോൾ ഇത് 3 വരും. 6 വെച്ച് വെട്ടി ചെറുതാക്കുമ്പോൾ ഇത് എത്ര വരും? 4 വരും. ഇനി വെട്ടി ചെറുതാക്കാൻ സാധിക്കില്ല. കാര്യം 3 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും കോപ്രൈം ആകുന്ന കണ്ടീഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു എങ്കിൽ എൻ്റെ HCF എന്ന് പറയുന്നത് ആര് തന്നെയായിരിക്കും? 6. അവനേതാ ഇവിടെ എഴുതി വെച്ചു. ഇനി എൻ്റെ LCM എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ 6 ഇൻറ്റു അവശേഷിക്കുന്നതായ 3ഉം 4ഉം കണ്ട രണ്ട് നമ്പർ, അത് അതേപോലെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 3 × 4 ദാറ്റ് വിൽ ബി 72. അപ്പോൾ എൻ്റെ ആൻസർ ഏത് വരും മക്കളെ? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 1/6, 1/72. ഇവിടെ ഈ ചോദ്യത്തിനകത്ത് 1/6 ഓപ്ഷൻ വരുന്ന രണ്ട് പേരുണ്ട്, സിയും ഡിയും. അപ്പോൾ 1/6 കണ്ടുപിടിച്ചതിന് ശേഷവും നമ്മൾ HCF കണ്ടുപിടിക്കാൻ സമയം എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങളിൽ 1/6 വരുന്ന ഒരാൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണെങ്കിൽ അവിടെ LCM മാത്രം കണ്ടുപിടിച്ചാൽ മതി. പിന്നെ HCF-ന് വേണ്ടി സമയം മെനക്കെടേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ LCM കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്ത് അതുപോലെയുള്ള ഒരാളെ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ ആൻസർ ഒന്ന് കറപ്പിക്കാൻ മറക്കരുത്, ബബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കേടാ. ഇവിടെ തന്നിട്ടുള്ളത് 4 ഫ്രാക്ഷൻസിനെയാണ്. ഏതൊക്കെയാ? 2/3, 3/4, 4/5, 5/6. ഇനി ചോദിക്കുന്നത് എന്താ? ഈ കൂട്ടത്തിലെ ഏറ്റവും വലുതാകുന്നവനും ചെറുതാകുന്നവനും തങ്ങളിലുള്ള ഡിഫറൻസ് എന്ത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഫ്രാക്ഷൻസ് വിച്ച് ഈസ് ലാർജർ ആൻഡ് സ്മോളർ ഫ്രം ദ ഫോളോയിങ്? തന്നിട്ടുള്ളതിലെ വലുതും ചെറുതും ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തോ വരും മക്കളെ? ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഇത് 2/3 തന്നിട്ടുണ്ട്, 3/4 തന്നിട്ടുണ്ട്, അതുപോലെ 4/5 തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ 5/6 തന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഇടയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? ഇവിടെ എല്ലായിടത്തും 1 എന്നാണ് വരുന്നത്. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? ഡിഫറൻസ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫോർ ഓൾ ദി ഗിവൺ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? 1. മക്കളെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് എല്ലാവർക്കും വരുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? കൂട്ടത്തിലെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ വരുന്നവൻ ആര്, അല്ലെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും വലിയ ന്യൂമറേറ്റർ വരുന്നവൻ ആര്, അവനായിരിക്കും ആരെന്ന് പറയുന്നത്? ലാർജസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറുതാകുന്ന വാല്യൂ ആർക്കാണോ ഉള്ളത് അവനായിരിക്കും ആരെന്ന് പറയുന്നത്? സ്മോളസ്റ്റ്. ഒന്നുകിൽ ഡിനോമിനേറ്ററുകൾ വെച്ച് നോക്കുക, അല്ലെങ്കിൽ ന്യൂമറേറ്റർ വെച്ച് നോക്കിയാലും മതി. അപ്പോൾ ലാർജസ്റ്റ് സ്മോളസ്റ്റും കിട്ടിക്കഴിഞ്ഞു. അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അവരെന്താണ് ചോദിക്കുന്നത്? ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് അവർ ചോദിക്കുന്നത്? ആണ്ടെ ഈ പറയുന്ന ലാർജസ്റ്റ് സ്മോളസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ 5/6 മൈനസ് 2/3. അപ്പോൾ എന്ത് ചെയ്താൽ മതിയടാ? ജസ്റ്റ് ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിച്ച് ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിച്ച് ആൻസർ ന്യൂമറേറ്റർ എന്തായാലും നമുക്ക് കുറച്ച് നോക്കണം. ഡിനോമിനേറ്റർ 6 കോമൺ ആയിട്ട് വരും. 5 ൽ നിന്ന് 4 പോയി എത്ര വരും? 1. ആൻസർ 1/6, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. മക്കളെ ഈ 2 കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് മനസ്സിലിട്ടിരുന്നാലും മതി, നോക്കി തന്നെ ആൻസർ പറയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനത് ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കാര്യം ചിലർക്കെങ്കിലും ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട്.
ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കേടാ. ചോദ്യത്തിനകത്ത് അവർ തന്നിരിക്കുന്നത് എത്ര പേരെ ഉണ്ട്? 4 ഫ്രാക്ഷൻസിനെ തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് അതിലെ സ്മോളസ്റ്റ് ആകുന്നവൻ ആരെന്ന് കണ്ടുപിടിക്കാമോ? മകളെ ആദ്യമേ ആ ഫ്രാക്ഷൻസിനെ ഞാനൊന്ന് എഴുതാം. 1/2, മകളെ 3/5, അത് കഴിഞ്ഞ് വരുന്നത് 2/7, അത് കഴിഞ്ഞ് 5/6. മകളെ നമ്മൾ ഏറ്റവും ആദ്യം സാധാരണക്കാരെ പോലെ ചിന്തിക്കണം, വളരെ നോർമലായിട്ട് ചിന്തിക്കണം. ഇവിടെ ഞാൻ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. 1/2 എന്ന് പറഞ്ഞാൽ 2ന്റെ പകുതിയല്ലേ 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.5 എന്നായിരിക്കും വരുന്നത്. ശരിയല്ലേ? എങ്കിൽ എന്താണോ ഡിനോമിനേറ്ററിനകത്തുള്ളത് അതിൻ്റെ പകുതിയേക്കാൾ കൂടുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ 0.5നേക്കാൾ വലുതല്ലേ? അതായത് 6/5. 6ന്റെ പകുതി എത്ര മക്കളെ? സോറി, 5/6. 6 എന്ന് പറയുന്നതിന്റെ പകുതി എത്ര മക്കളെ? 3യേക്കാൾ വലുതല്ലേ 5? അപ്പോഴല്ലേ 5/6ന്റെ വാല്യൂ എന്തിനേക്കാൾ മുകളിലാണ്? 0.5നേക്കാൾ മുകളിലാണ്. അത് തന്നെയാണ് 5/3യുടെയും കണ്ടീഷൻ. 5ന്റെ പകുതി 2.5, 2.5യേക്കാൾ മുകളിലാണ് 3. അതുകൊണ്ട് 0.5നേക്കാൾ മുകളിലായിരിക്കും 3/5ന്റെ വാല്യൂ വരുന്നത്. പക്ഷേ അങ്ങനെ വരാത്ത ഒരേ ഒരാൾ മാത്രമേ ആ കൂട്ടത്തിലുള്ളൂ. അതുകൊണ്ട് അവനായിരിക്കണ്ടേ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്? ആണോടാ? അപ്പോൾ ഇവനായിരിക്കില്ലേടാ സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, 2/7. നമ്മൾ വലിയ കമ്പാരിസൺ ഒന്നും നടത്തണ്ട. സിംപ്ലി മുകളിലുള്ളതും താഴെയുള്ളതും തങ്ങളിൽ പകുതി എന്നുള്ള രീതി നിൽക്കുന്നുണ്ട്. അതായത് താഴെയുള്ളതിന്റെ പകുതിയേക്കാൾ കൂടുതലാണോ, പകുതിയാണോ, പകുതിയിലും കുറവാണോ മുകളിൽ, അതിനനുസരിച്ച് 0.5ന് മുകളിലാണോ, 0.5ന് താഴെയാണോ, 0.5 ആണോ, ആ ഒരു റേഞ്ച് വെച്ചിട്ട് വലുതും ചെറുതും കണ്ടുപിടിക്കാൻ ചില ചോദ്യങ്ങളിൽ സാധിക്കും കേട്ടോ. അതിങ്ങനെ ഒരു ചോദ്യമായിട്ട് തന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കേ. 7ന്റെ സ്ക്വയർ അതുപോലെ തന്നെ 9ന്റെ സ്ക്വയർ ഓക്കെയാണ്. ഇത് തങ്ങളിൽ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നു. ഇവനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തു വരുമെന്നാണ് ചോദിക്കുന്നത്. മകളെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു തരട്ടെ. എടാ 8ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? താണ്ട നോക്കിക്കോണം. 7 എന്ന് പറയുന്ന ആളിനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/8 ഡിവൈഡ് ചെയ്താൽ എന്തോ വരും? റിമൈൻഡർ എന്ന് പറയുന്നത് 7 വരും. അല്ലെങ്കിൽ ഞാൻ പറയണം എത്ര വരും? -1 വരും എന്ന് പറയണം. ഒന്നുകിൽ 7 അല്ലെങ്കിൽ -1. ഇതാണ് കോൺസെപ്റ്റ് കേട്ടോ. അതായത് 7ഉം 8ഉം തങ്ങളിലുള്ള വ്യത്യാസം ഞാൻ നോക്കുമ്പോൾ -1 ആണ്. അതായത് 7നേക്കാൾ 1 കുറവാണ് 8. 9 ആണെങ്കിൽ എത്ര കുറവാണ്? 9 ആണെങ്കിൽ 1 കൂടുതലാണ്, കുറവല്ല, കൂടുതലാണ്. അപ്പോൾ +1 എന്ന് വരും. ഇനി അതാതിൻ്റെ മുകളിലുള്ള പവറുകൾ അതേപോലെ കൊടുത്തേടാ. കണ്ടോ, 2 പേരുടെയും മുകളിലുള്ള പവറുകൾ എന്തായിരുന്നു? 2 ആയിരുന്നു. സ്ക്വയർ ചെയ്തേക്കുമായിരുന്നു. -1ന്റെ സ്ക്വയർ എത്ര വരും? 1. 1ന്റെ സ്ക്വയർ എത്ര വരും? 1. സോ 1 × 1 ഈസ് അഗെയിൻ A1. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ചോദ്യം പിടി കിട്ടിയോ? സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് മക്കളെ. അതാ ഈ ഒരു ചോദ്യം നോക്കേ. ഇഫ് x² - 4x + 4b = 0 ഹാസ് 2 റിയൽ സൊല്യൂഷൻസ്. എത്ര സൊല്യൂഷൻസ് ഉണ്ട്? 2 റിയൽ സൊല്യൂഷൻ ഉണ്ട്. എങ്കിൽ വാല്യൂ ഓഫ് ബി എന്ത് വരുമെന്നാണ്. ഇത് ആക്ച്വലി കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക്കിന്റെ ജനറൽ ഫോർമുല എന്താ? ax² + bx + c = 0 വെയർ a ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ശരിയല്ലേ? ഇനി അവിടെ ബി എന്ന് എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ളത്? 1 വരും. കാര്യം അവിടെ ഒന്നും ഇല്ല. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1 ആണ്. ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ ഉള്ള? ചോദ്യത്തിനകത്ത് -4 ആണ്. ദാണ്ട് ഇതാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി സിയുടെ സ്ഥാനത്ത് ഇവിടെ ആരുണ്ട്? 4b എന്നാണ് കിടക്കുന്നത്. മക്കളെ ഈ ബിയും ഈ കിടക്കുന്ന ബിയും ഈ 4b എന്ന് പറയുന്നത് 2 കേട്ടോ. ജനറൽ ഫോർമുലയിലുള്ള ബി ആണ് bx. ഇവിടെ 4b എന്ന് പറയുന്നത് എന്താ? തന്നിട്ടുള്ള ഇക്വേഷനിൽ സിയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളാണ് ആ 4b എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പോൾ ജനറൽ ഫോർമുല മനസ്സിലായി. അതാത് സ്ഥാനങ്ങളിലുള്ള ആളുകളെ പിടികിട്ടി. അതായത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എയുടെ വാല്യൂ 1 ആണ്. ബിയുടെ വാല്യൂ അവിടെ എത്ര തന്നിരിക്കുന്നത്? -4 എന്നാണ്. സിയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 4b എന്നാണ്. ഇനി നാം മനസ്സിലാക്കണം, ചോദ്യം പറയുന്നത് റിയൽ സൊല്യൂഷൻ ആണ് വേണ്ടത്. മകളെ റിയൽ സൊല്യൂഷൻ വരണമെങ്കിൽ b² - 4ac വാല്യൂ എന്ന് പറയുന്നത് > 0 ആയിരിക്കണം. ഇത് ഇതേപോലെ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. ബിയുടെ സ്ഥാനത്ത് -4, അപ്പം -4ന്റെ സ്ക്വയർ. ഓക്കെ ആണോ? -4 താണ്ടെ ഉണ്ട് ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1, സിയുടെ സ്ഥാനത്ത് 4b താണ്ടെ > 0. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കുറച്ച് ഫോർമുലേഷൻസ് നടത്തിയാൽ മതി. -4ന്റെ സ്ക്വയർ 16, നന്നാൽ 16b എന്നാകും, > 0 ആകും. ഇനി എന്ത് ചെയ്യാം? ഒന്നുകിൽ -16b അപ്പുറം കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 16നെ അപ്പുറം കൊണ്ടുപോവുക. ഏത് കൊണ്ടുവന്നാലും എങ്ങനെ കൊണ്ടുപോയാലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ 16b അപ്പുറം കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ 16 എന്ന് വരും. ഇവിടെ എന്തോന്ന് വരും? > -16 അപ്പുറം ചെല്ലുമ്പോൾ +16b എന്നാവും. 16 ക്യാൻസൽ ആകുമ്പോൾ 1 എന്താകൂടാ? > b എന്നാവും. ആണോ? 1 > b അല്ലെങ്കിൽ b ഈസ് <= തിരിച്ചെഴുത്. b <= 1 എന്ന് എഴുതാൻ പറ്റും. ശരിയാണോ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ടുകളില്ല.
വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേ. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യം നോക്കട്ടെ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആള് 3 - √2 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ആളാരാ? 3 - √2. ഇനി ആരെ കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3x² പ്ലസ് 2x മൈനസ് 4. ഇത് ഞാൻ എഴുതുന്ന രീതിയിൽ ഒന്ന് പയറ്റിയാൽ ഒന്നുമില്ല, ഞാൻ എഴുതുന്ന രീതി മാത്രമേ നോക്കുന്നുള്ളൂ. സാധാരണ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ x² വേണം. അപ്പോൾ x² എനിക്ക് എഴുതണമെങ്കിൽ a-b² എന്താണ്? a² മൈനസ് 2ab പ്ലസ് b² അല്ലേ? ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫോർമാറ്റിൽ 3 - √2 അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ 3 - √2² എന്നാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തോ വരൂടാ? 3² = 9. ഇനി എന്തുണ്ട്? ഞാനിവിടെ പ്ലസ് b² എഴുതാം. അപ്പോൾ √2ന്റെ സ്ക്വയർ 2 വരും. ഇനി എന്തുണ്ട്? മൈനസ് 2ab എന്തോ വരൂടാ? 2 × 3 × √2. ശരിയാണോ? ഇനി അവിടെ ചോദ്യം എന്നോട് കണ്ടുപിടിക്കാൻ പറയുന്നത് 3x² വാല്യൂ എന്താണെന്നാണ്. അല്ലേടാ? 3x² വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണോടാ? ദാണ്ട് ഇവിടെ 3x² ആകുമ്പോൾ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സോ 3 ദാണ്ട് ഇവിടെയും ഒരു 3 ദാ ഇവിടെയും ഒരു 3 എന്നാണല്ലോ വേണ്ടത്. ആണ്. ഇനി എനിക്ക് അവിടെ ആരെ വേണം? 2x. അപ്പം 2x എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയണം. അതിനകത്തോട്ട് എന്ത് ചെയ്തു? താണ്ടെ 3 - √2 ഒരു 2 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാണോ? താണ്ടെ 2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ചേർത്തു. × 2 താണ്ടെ × 2. ഇനി അവിടെ ആരാ ഉള്ളത്? -4 ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവന്മാരെ രണ്ടുപേരെയും കൂടെ കൂട്ടണം. ചോദ്യത്തിനകത്ത് കൂട്ടാനല്ലേ പറയുന്നത്? കൂട്ട്. അപ്പൊ എന്തോ വരും ഇവിടെ? 3x² പ്ലസ് 2x അല്ലേ? അപ്പൊ എന്തോ ഒരു 9 × 3 = 27 ആണോടാ? 27. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താൽ മതി? താണ്ടെ ഈ പറയുന്ന 9ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും മക്കളെ? 11. 11 × 3 എത്ര വരും? 33. ഇനി താഴെ എന്തുണ്ട്? 3 × 2 = 6. താണ്ടെ 33 പ്ലസ് 6. 33 6 എത്ര വരും? 39. ഇനി ചോദ്യത്തിനകത്തൊരു -4 ഇല്ലേ? ആ -4 കൂടെ കൊടുക്കുമ്പോൾ വാല്യൂ എത്ര ആയിടാ? 35. ഓക്കെ ആണോ? അപ്പൊ 35 കിട്ടി. ഡൗട്ടുകളില്ല. അപ്പൊ 35 വരുന്ന 2 ഓപ്ഷനാണോ ഉള്ളത്? അല്ല, 3 പേരുണ്ടല്ലേ. അപ്പൊ എന്തായാലും ആദ്യത്തെ ഓപ്ഷൻ വരൂല എന്ന് ഉറപ്പിച്ചു. 35. ഇനി അടുത്തത് എന്താ വേണ്ടേ? എക്സിനോടൊപ്പം ആര് വരുമെന്ന് നോക്കണം. ദാ നോക്കിക്കോണം. എക്സിനോടൊപ്പം ആര് വരുമെന്ന് നോക്കണം. ദാണ്ട് ഇത് നോക്കിക്കോണം. ദാ ഇവിടെ എന്തോ വരും? ഇവിടെ 3 × 3 9 9 × 2 18. ദാ ഇവിടെ എത്ര വരും? 3 × 3 9 2 18 വരും. -18. താഴെ എത്ര ഉള്ളത്? -2 √2. അപ്പൊ എന്തോ വരും? 18 × 2 20. അപ്പോൾ 18 × 2 എത്ര വരും? 20 വരും. ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇവിടെ 20 വരും. -18 √2 -2 √2. ആൻസർ എത്ര വരും ഇവിടെ? -20 √2. കണ്ടോ? അപ്പോൾ നമ്മുടെ മൊത്തമാകുന്ന ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 35 - 20 √2. 35 - 20 √2. ഇവിടെ ഓൾറെഡി ഇവിടെ കൂട്ടുമ്പോൾ 36 ആണ് വരുന്നത്. ഈ 4 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്ത 4 ആണെന്നുകൂടെ ആലോചിച്ചോണം കേട്ടോ. എവിടെ എടുത്ത 4? ദാ ഇവിടെ എടുത്ത 4 ആണെന്ന് കൂടെ ഒന്ന് ആലോചിച്ചേക്കണം. ദാ ഇവിടെ എടുത്ത 4 കൂടാണെന്ന് ആലോചിച്ചേക്കാം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം നോക്കാം. എടാ ഇവിടെ എന്താ തന്നേക്കുന്നേ? എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് 25 പൈസയുടെ കോയിനുകളുണ്ട്, 10 പൈസയുടെ കോയിനുകളുണ്ട്, 5 പൈസയുടെ കോയിനുകളുണ്ട്. ഇനി ആ കോയിനുകളുള്ള റേഷ്യോ എങ്ങനെയാണ് തന്നേക്കുന്നത്? 1:2 എത്രയെന്നാ? 3 എന്നാ തന്നേക്കുന്നത്. എങ്കിൽ എൻ്റെ കയ്യിൽ മൊത്തം 30 രൂപ ഉണ്ട് എങ്കിൽ എത്ര രൂപയാ? 30 rupees ഉണ്ടെങ്കിൽ ഹൗ മെനി 5 പൈസ കോയിൻസ് അവിടെ ഉണ്ട്? ഹൗ മെനി 5 പൈസ കോയിൻസ്? 30 rupees എന്ന് പറയുന്നതിനെ ആദ്യമേ പൈസയാക്കണം. അത് എത്ര വരും? ഗുണം 100, അതായത് 3000 പൈസയാണ്. ഓക്കെ ആണോ? 3000 പൈസയാണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇതേപോലെ കാര്യങ്ങൾ എഴുതണ്ട. 25 പൈസയുടെ കോയിനുണ്ട്, 10 പൈസയുടെ കോയിനുണ്ട്, 5 പൈസയുടെ. റേഷ്യോ എത്ര? 1:2:3. എങ്കിൽ എമൗണ്ട് റേഷ്യോ, അതായത് ഈ എഴുതിയിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതായ എന്താണ്? എമൗണ്ട് ആണോ? അല്ല, കോയിൻസിന്റെ റേഷ്യോ ആണ്. ദാ ഈ എഴുതിയേക്കുന്നത് ഇത് കോയിൻസിന്റെ റേഷ്യോ ആണ്. ദാ ഈ ആദ്യം എഴുതിയേക്കുന്നത്. രണ്ടാമത് എഴുതിയേക്കുന്നത് എന്താ? ഈ കയ്യിലുള്ള കോയിനുകളുടെ എണ്ണത്തിന്റെ റേഷ്യോ, നമ്പർ റേഷ്യോ എന്ന് പറയും. ഇനി നമുക്ക് അന്നേരം ആരെ എഴുതാം? ഇവിടെ നിന്ന് എമൗണ്ടിന്റെ റേഷ്യോ എഴുതാം. മക്കളെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 25 × 1 താണ്ട ഗുണിച്ചാൽ മതി. എത്ര വരൂടാ? 25. 10 × 2 എത്ര വരൂടാ? 20. 5 × 3 എത്ര വരൂടാ? 15. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ 25ഉം 20ഉം 15ഉം എല്ലാം കൂടെ കൂട്ട്. എത്ര വരൂടാ? 25 20 45ഉം 10 55. അതായത് ഇത്രയും കൂടെ കൂട്ടാനാ പറഞ്ഞത്. കൂട്ടുമ്പോൾ എത്ര വരും മക്കളെ? 60. അതായത് 60ന് തത്തുല്യമാകുന്ന ഒരു എമൗണ്ട് എത്രയാണ് ചോദ്യത്തിൽ പറയുന്നത്? 3000.
60-ന് തത്തുല്യമാകുന്ന എമൗണ്ട് ചോദ്യത്തിൽ എത്രയാ പറയുന്നത്? 3000. അതായത് കൂട്ടുമ്പോൾ 60 ആണെങ്കിൽ അത് തത്തുല്യമാകുന്നത് 3000-നാണ്. എങ്കിൽ 5 പൈസ കോയിനല്ലേ, എത്ര എണ്ണം ഉണ്ടെന്ന് വേണ്ടേ? 5 പൈസ കോയിനുകളുടെ എണ്ണം കാണിക്കുന്ന റേഷ്യോ 3 അല്ലേ? ഈ പറയുന്ന 3 എന്തിന് തത്തുല്യമാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. എന്താകും അപ്പോൾ ആൻസർ? 60-നെയും 3-നെയും എനിക്ക് വെട്ടാൻ പറ്റും. 3 ഗുണം 20 ആണ് 60. ഈ 20-ന്റെ ഒരു പൂജ്യവും ഈ 3000-ന്റെ ഒരു പൂജ്യവുമായിട്ട് എനിക്ക് വെട്ടാൻ പറ്റുമോ? പറ്റും. ഇനി ബാലൻസ് അവിടെ എന്തുണ്ട്? 2. ഇവിടെ എത്ര ഉണ്ട്? 300 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ആൻസർ എനിക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും? 300 ഡിവൈഡഡ് ബൈ 2 ആണ് എൻ്റെ ആൻസർ. 300 ഡിവൈഡഡ് ബൈ 2 എത്ര മക്കളെ? 150 എണ്ണം. സോ 150 കോയിൻസ് ഉണ്ടാകും. എന്തുമായി ബന്ധപ്പെട്ട്? 5 പൈസയുമായി ബന്ധപ്പെട്ട്. ഡൗട്ട് ഉണ്ടോ? എത്ര കോയിൻസ് ഉണ്ടാവൂടാ? 5 പൈസ കോയിനുകൾ എന്ന് പറയുന്നത് 150 കോയിൻസ് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. മക്കളെ അടുത്ത നോക്കേടാ. 70% ഓഫ് ദ എംപ്ലോയീസ് ഇൻ എ ഫേം ആർ മെൻ. അപ്പോൾ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 70% എംപ്ലോയീസ് മെൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം റിമൈനിങ് എത്രയുണ്ട്? 30%. ആ 30% ആരാകും? വിമൻ ആയിരിക്കും. ഡൗട്ടില്ലല്ലോ? ഇല്ല. ഇനി എന്താ പറയുന്നത്? 30% ഓഫ് men and 20% of women employees opt for voluntary retirement. എന്താ പറഞ്ഞേ? എടാ 70% ആകുന്നതായ ആ മെന്നില്ലേ, ആ മെന്നിൻ്റെ 30% ഓഫ് ആളുകളും വോളണ്ടറി റിട്ടയർമെന്റിന് പറഞ്ഞു. ഇനി 30% അല്ലേ അവിടെ വിമൻ ഉള്ളത്? ആ 30%-ലെ 20% ആകുന്ന ആളുകൾ എന്തു പറഞ്ഞു? വോളണ്ടറി റിട്ടയർമെന്റ് പറഞ്ഞു. എങ്കിൽ അവർ ചോദിക്കുന്നു, നിലവിൽ സർവീസിൽ തുടരാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ എണ്ണം, ഈ വോളണ്ടറി റിട്ടയർമെന്റ് പറയാത്ത ആളുകളുടെ എണ്ണം, അത് എത്ര പേരുണ്ട്? മെന്നും വിമനും കൂടെ ചേർത്താണ് ചോദിക്കുന്നത് എത്ര ശതമാനമെന്ന്. മകളെ ഈ ചോദ്യം ചെയ്യാനേ വളരെ സിമ്പിളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നമുക്ക് വേണ്ടത് സ്റ്റിൽ അവിടെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ആളുകൾ എത്ര പേരുണ്ടെന്നാണ്. നോക്കേ, ഞാൻ പറയുന്നു മെൻ എന്ന് പറയുന്നതും വിമൻ എന്ന് പറയുന്നതും എത്ര പേര് വീതം അവിടെ ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. എത്ര പേരുണ്ട്? 70% മെന്നാണ്. അതുപോലെ അവശേഷിക്കുന്ന 30% വിമൻ. അതായത് മൊത്തമാകുന്ന സംഖ്യയുടെ 70% മെന്നും 30% ആരുമാണ്? അവിടെ വിമനുമാണ്. ഇനി എന്താ അവർ പറയുന്നത്? 70% ആളുകൾ എന്തിനു വേണ്ടി ഓപ്റ്റ് ചെയ്തു? 70% ആകുന്ന ആളുകൾ 30% എന്തിനു വേണ്ടി ഓപ്റ്റ് ചെയ്തു? മെന്നിലെ 30% എന്തിനു വേണ്ടി ഓപ്റ്റ് ചെയ്തു? വോളണ്ടറി റിട്ടയർമെന്റിന്. അപ്പം നമുക്ക് വേണ്ടത് ആ റിട്ടയർ ചെയ്യുന്ന ആളുകളെ അല്ല വേണ്ടത്, റിട്ടയർ ചെയ്യാതെ തുടരുന്ന ആളുകളെയാണ്. അപ്പോൾ 30% ആളുകൾ റിട്ടയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാക്കി എത്ര പേരുണ്ട്? 70-ന്റെ 70% ആകുന്ന ആളുകൾ അവിടെ ഉണ്ടാകും. താണ്ടെ 70-ന്റെ 70% ആകുന്ന ആളുകൾ അവിടെ ഉണ്ടാകും റിട്ടയർ ചെയ്യാത്തത്. ഇത് തന്നെയാണ് വിമനിന്റെ കാര്യത്തിൽ സംഭവിക്കുക. എന്താ? 30% ആകുന്ന വിമൻ അവിടെ ഉണ്ട്. അതിൻ്റെ 20% പോയിട്ടുള്ളൂ. ബാലൻസ് അവിടെ എത്ര ഉണ്ടാകും? 80% ആകുന്ന ആളുകൾ അവിടെ സ്റ്റിൽ ഉണ്ടാകും. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ചോദ്യത്തിൻ്റെ ആൻസർ. പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റ് സമ്മ് വേണമെങ്കിൽ നമുക്ക് അവിടെ എടുക്കാം. കാര്യം എന്താ? ഇവിടുത്തെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ 7 2 9, അതുകൊണ്ട് ഡിജിറ്റ് സമ്മ് 0 ആണ്. ഇവിടെ 7 3 10, അതുകൊണ്ട് ഡിജിറ്റ് സമ്മ് 1 ആണ്. ഇവിടെ 3 ആണ് ഡിജിറ്റ് സമ്മ് വരുന്നത്. 4 ഡിജിറ്റ് സമ്മുകൾ 4 എണ്ണത്തിനെ തരുന്നു എന്ന കാരണം കൊണ്ട് നമുക്ക് ഇവിടെ ഡിജിറ്റ് സമ്മ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കേടാ, ഡിനോമിനേറ്ററുകൾ ഇനി പരിഗണിക്കേണ്ട കാര്യമില്ല. 7 7 49, 9 മാറ്റുമ്പോൾ ബാലൻസ് 4 ആയിരിക്കും ഇവിടുത്തെ ഡിജിറ്റ് സമ്മ്. എവിടെ മുതൽ എവിടെ വരെ? ഇത്രയും ആകുന്നതിൻ്റെ ഡിജിറ്റ് സമ്മ് 4. ഇത്രയും ആകുന്നതിൻ്റെ ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത് എത്ര വരുമെന്നറിയോ? 8 3 24, 4 2 6. കണ്ടോ? 6 വരും. 4 6 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം മക്കളെ? 10 ഡിജിറ്റ് സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 1 വരുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ, 73%. കണ്ടോ? അപ്പോൾ ഡിജിറ്റ് സമ്മ് 1 വരുന്ന ഒരേ ഒരാൾ മാത്രമേ കൂട്ടത്തിലുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? എളുപ്പം പിടികിട്ടിയോ? ആണ്. അടുത്ത ചോദ്യം നോക്കേടാ. രാജൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണ്. ഈ രാജൻ എന്ന് പറയുന്ന ആള് 8 വർഷത്തിന് മുമ്പാണ് വിവാഹം കഴിച്ചത്. ഓക്കെ ആണോ? രാജൻ എന്ന് പറയുന്ന ആള് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ചേക്കുന്നത്? 8 വർഷം മുമ്പ്, 8 years ബാക്ക്. ഹിസ് ഏജ് ദെൻ വാസ് 5/6 ഓഫ് ഹിസ് പ്രസന്റ് ഏജ്. നിലവിൽ അയാൾക്ക് എന്ത് പ്രായമുണ്ടോ അതിൻ്റെ 5/6 പ്രായമാണ് അന്ന് അയാൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? എടാ, ഇയാളുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ് എന്നിരിക്കട്ടെ. ഓക്കെ, എക്സ് ആണെന്നിരിക്കട്ടെ. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? എങ്കിൽ 8 years എഗോ അയാളുടെ പ്രായം എന്തായിരിക്കും? 8 years എഗോ. ഇതൊക്കെ മനസ്സിലോർക്കേണ്ട കാര്യം, എഴുതേണ്ട കാര്യമൊന്നുമില്ല. x - 8 ആയിരിക്കും. ശരിയല്ലേ?
അതായത് ഇനി ഇവർ പറയുന്നത് എന്താ, ഈ രണ്ട് പ്രായങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താണെന്ന് അവർ പറയുന്നത്. 8 വർഷം മുമ്പുള്ള അയാളുടെ പ്രായമെന്ന് പറയുന്നത് അയാളുടെ നിലവിലെ പ്രായത്തിന്റെ 5/6 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 5/6 ഓഫ് 8, സോറി 5/6 ഓഫ് എക്സ്. കണ്ടോടാ, ഓക്കെ ആണോടാ? അപ്പൊ എന്താ വന്നേ, എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 5/6 ഓഫ് എക്സ് എന്ന് വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിനകത്ത്, എന്താ, ഹിസ് സിസ്റ്റർ വാസ് 10 years യങ്ങർ. അയാളുടെ സിസ്റ്റർക്ക് അയാളെക്കാൾ 10 വയസ്സ് എളുപ്പമുണ്ട്, അയാളെക്കാൾ 10 വയസ്സ് പുറകിലാണ് സിസ്റ്ററിന്റെ ഏജ് കിടക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് മാരേജ് ഹൗ ഓൾഡ് ഈസ് ഷീ നൗ. എടാ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കും എൻ്റെ അനിയൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള പ്രായ വ്യത്യാസം എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. കാര്യം എനിക്കൊരു വയസ്സ് കൂടുമ്പോൾ അവനും ഒരു വയസ്സ് കൂടുന്നുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മളിവിടെ ഈ എക്സ് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ എക്സിൽ നിന്ന് 10 പുറകിലേക്ക് പോയാൽ ആരുടെ പ്രായം കിട്ടിയെന്ന് ഉറപ്പിക്കാം. എക്സ് ആരാണോ അതിൽ നിന്ന് 10 പുറകിലേക്ക് പോയാൽ സിസ്റ്ററിന്റെ പ്രായം കിട്ടും. 10 വർഷം മുമ്പെന്നോ 5 വർഷം മുമ്പെന്നോ ഒന്നും തിരക്കേണ്ട കാര്യമില്ല. സ്റ്റിൽ ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 ആണെന്ന് അതിൽ മെൻഷൻഡ് ആണ് എന്നതുകൊണ്ട്, ശരിയാണോ? അപ്പോൾ നമുക്ക് ആദ്യമേ ആരെ കണ്ടുപിടിക്കാം, എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. നോക്കേടാ, ഇവിടെ എക്സ് മൈനസ് 5/6 ഇപ്പുറം കൊണ്ടുപോവാം. 5/6 ഇനി ബാക്കിയുള്ളവനെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്തിനാ ഇവനെ ഇപ്പുറം കൊണ്ടുവരുന്നത്, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണെങ്കിൽ എന്നാലും മതി. അപ്പോൾ 6 എന്ന് പറയുന്നതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറം കൊണ്ടുപോവാ. അപ്പോൾ 6 ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 6 എന്ന് പറയുന്നതിനെ ഇപ്പുറം കൊണ്ടുപോവാ. അപ്പോൾ അവിടെ ആര് വരും, 6x മൈനസ് 6 എത്ര വരും, ഇവിടെ 48 സമം ഇവിടെ എത്ര ഉണ്ട്, 5x എന്നുണ്ടല്ലോ. ഈക്വൽ ടുവിന് അപ്പുറവും ഇപ്പുറവും പരിഗണിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവിടെ 6, ഇവിടെ 5, ഇവിടെ 1 കൂടുതൽ. എക്സ് മൈനസ് 48 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എന്തോ വരും, 48 എന്ന് വരും. 48 ആണ് ആരുടെ പ്രസൻറ്റേജ്, രാജൻ എന്ന് പറയുന്ന ആളിൻ്റെ പ്രസൻറ്റേജ്. അതേസമയം അയാളുടെ പെങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് അയാളെക്കാൾ 10 പുറകിലാണ് എന്ന കാരണം കൊണ്ട് 48 നിന്ന് 10 പുറകിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന 38 ആകും അതിൻ്റെ ഉത്തരം എന്ന് ഞാൻ അങ്ങ് പറയും. ആൻസർ സി ആയിരിക്കും വരിക. ഓക്കെ ആണോ? സിസ്റ്ററിൻ്റെ ഏജ് എത്ര ആയിരിക്കും വരുന്നത്, 38. ഡൗട്ടുകളില്ല, ഇല്ല. അടുത്ത ചോദ്യം നോക്കേടാ. അഞ്ജലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയുക. അഞ്ജലിക്ക് ജോലി ചെയ്യാൻ 10 ദിവസം. അഞ്ജലിയുടെ കൂട്ടുകാരിയുമുണ്ട്, ഭാനു എന്ന് പറയുന്ന ഒരു കുട്ടി. അവൾക്ക് എത്ര ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും, 5 ദിവസം കൊണ്ട് പറ്റും. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നുവെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദേ വർക്ക് ടുഗെദർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എളുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതിനെ എഴുതാൻ. എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്, അഞ്ജലി എ എന്ന് എഴുതി, അഞ്ജലിക്ക് എത്ര ദിവസം, 10 ദിവസം. ഭാനുവിൻ്റെ ബി എന്ന് എഴുതി, ഭാനുവിന് എത്ര ദിവസം, 5 ദിവസം. എങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും LCM ആണ് ആദ്യം വേണ്ടത്. അതായത് ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ LCM എത്ര വരും, 10ൻ്റെയും 5ൻ്റെയും 10 തന്നെ വരും. അങ്ങനെ 10 ആണ് LCM വരുന്നതെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 10 1. എഫിഷ്യൻസി എയുടെ എന്ത് വരും, 1. ബിയുടെ എഫിഷ്യൻസി എത്ര വരും, 2. അതായത് അഞ്ജലിയുടെയും ഭാനുവിൻ്റെയും എഫിഷ്യൻസി 1 and 2 റെസ്പെക്റ്റീവ്ലി എന്ന് നമുക്ക് കിട്ടി. രണ്ടുപേരും ഒന്നിച്ചാണ് ഇനി പണിയെടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എന്താകും മക്കളെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താകും മക്കളെ, ഈ 1ഉം 2ഉം കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. 1 + 2 എന്ന് പറയുന്നത് എത്ര വരും, 3 ആണോ? ആണ്, 3. എങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 10 ഡിവൈഡഡ് ബൈ 3 എടുത്താൽ മതി. 10/3. ഈ 10/3 എന്ന് പറയുമ്പോഴേ എന്തായിരിക്കും ആൻസർ വരുന്നത്, 10/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാനാണ് എന്നാണെങ്കിൽ 10/3 എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ വരൂടാ, 3 and 1/3 എന്ന് വരും. ഓക്കെ ആണോ? 3 and 1/3 എന്ന് വരും, ശരിയാണോ? ഇനി ഇവനെ നമുക്ക് ഈ തന്നിട്ടുള്ള ഡേയ്സിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതണം. അതിൻ്റെ കൂടെ ഹവേഴ്സും കൂടെ ചേർത്തൊക്കെ മനസ്സിലാക്കണമെന്നാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ എന്താണ്, താണ്ടെ 3 ദിവസം. ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഡേയ്സിനെ കാണിക്കാൻ വേണ്ടി പറയുന്നു. ഓക്കെ ആണോ? അടുത്ത 1/3 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തിന്റെ 1/3 ഭാഗം എടുക്കും ആ ജോലി തീരാൻ. 3 ദിവസം മസ്റ്റാണ്. അതായത് 3 + 1/3 എന്ന് മനസ്സിലാക്കുക. കണ്ടോ, 3 ദിവസം എന്തായാലും വേണം. പിന്നെന്താ വേണ്ടേ, തൊട്ടടുത്ത ദിവസത്തിന്റെ 1/3 ഭാഗം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറല്ലേ, 24 മണിക്കൂറല്ലേ. അങ്ങനെയാണെങ്കിൽ 1/3 ഓഫ് 24 hours എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരുന്നത്, 8 മണിക്കൂറായിരിക്കുമല്ലോ വരുന്നത്, ആണോടാ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കാര്യം എന്താ, 3 + 1/3 അല്ലെ 3 and 1/3 അല്ലെ 10/3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ദിവസവും 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ, 3 ദിവസം എടുക്കും, തൊട്ടടുത്ത ദിവസത്തെ 1/3 സമയം, അതായത് 8 മണിക്കൂർ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം എന്താ പറയുന്നത്, ചോദ്യത്തിനകത്ത് P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. ഇവർ 3 പേരും കൂടെ ജോലി ചെയ്യാൻ 3 പേര് ഒന്നിച്ചെന്നല്ല, തനിത്തനിയല്ലേ പറയുന്നത്. 24, 16, 12. Pക്ക് എത്ര ദിവസം വേണം മക്കളെ, 24. അതുപോലെ Qന് എത്ര ദിവസം വേണം മക്കളെ,
അവന് 16. അതുപോലെ PQ 6-ന് എത്ര ദിവസം വേണം മക്കളെ? 12 ദിവസം വേണം. ശരിയാണോ? ഇനി നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇവന്മാരുടെ LCM-നെ കണ്ടുപിടിക്കാം. എന്തായാലും പാറ്റേൺ ഒക്കെ ഒരേ രീതിയിലാണ്. 24 ഉണ്ട്, 16 ഉണ്ട്, 12 ഉണ്ട്. LCM എത്ര ആയിരിക്കും ഇവിടെ? 48 വരും. 48/24 എഫിഷ്യൻസി 2, 48/16 എഫിഷ്യൻസി 3, 48/12 എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി 4. ഇനി അവർ ചോദിക്കുന്നത് എന്താ? ഹൗ ലോങ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ് വർക്കിംഗ് ടുഗദർ? അതായത് P-യും Q-വും R-ഉം ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? അപ്പോൾ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി ആദ്യം മനസ്സിലാക്കണം. എങ്ങനെയാ? 2 + 3 + 4 എത്ര വരും? 4 3 7 2 9. ഇനി എന്തെടുക്കാം? 48/9. കണ്ടോ? ടോട്ടൽ വർക്കാണ് 48 എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ വർക്കാണ് 48. അപ്പം 48/9. ആൻസർ എത്ര വരും? 9 5 45. 5 ദിവസം എന്തായാലും. അപ്പം ഇതെന്തായാലും അല്ലേ. ഇനി ചില്ലറ കിടപ്പുണ്ട്. ഇനി ബാലൻസ് എത്ര ഉള്ളേ? ബാലൻസ് ഉള്ളത് എത്രയാണ്? 45-ന്റെ ബാലൻസ് 3/9. ഒന്നുകിൽ അതിനെ 5 and 3/4 എന്ന് എഴുതാം, അല്ലെ 3/9 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 and 3/9 എങ്ങനെ വേണേലും എഴുതാം. ആൻസർ എത്ര വരുന്നത്? 5 and 3/9. ഈ 3/9 എനിക്ക് വെട്ടിച്ചെറുതാക്കാം. എന്തോ വരും ഇവിടെ? 3 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 1 വരും. ഇതെത്ര വരും? 3 വരും. ഇപ്പോഴും നമ്മുടെ ആൻസർ എന്ത് തന്നെ? 5 and 1/3 എന്നല്ലേ വന്നേക്കുന്നത്? 5 and 1/3 എന്ന് വരുമ്പോൾ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ദിവസത്തിന്റെ 3/1 ദിവസവും പിന്നെ ഒരു 5 ദിവസവും എടുക്കും. അതായത് 5 hours എന്താണ്? 5 days and 8 hours എന്ന് വരും. എന്തെന്ന് വരും ഇവിടെ? 5 days and 8 hours. 5 days and 8 hours. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ചെയ്ത് മാറ്റാവേ. അടുത്ത ചോദ്യം നോക്കിയടാ. ഹൗ മച്ച് പ്രോഫിറ്റ് ഗോട്ട് ബൈ സെല്ലിംഗ് ഗുഡ്സ്? ഒരു വസ്തു വിറ്റു. അപ്പോൾ വസ്തു വിറ്റത് എത്ര രൂപയ്ക്ക്? 405 രൂപയ്ക്ക്. അവിടെ പ്രോഫിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 12.5%. ഒന്നുകൂടെ, ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് ഗോട്ട് ബൈ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് 405 അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12.5. അപ്പോൾ നിലവിൽ ഇതാ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയായിരുന്ന ഒരു വസ്തുവിൻ്റെ വില, വിറ്റ വില എന്ന് പറയുന്നത്, അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ എത്ര രൂപ കൂട്ടി വിറ്റു? 12 രൂപ 50 പൈസ. 12 രൂപ 50 പൈസ. അതായത് 112.5 രൂപയ്ക്ക് ഞാൻ ആ വസ്തു വിറ്റു എന്നതിൻ്റെ അർത്ഥം. അതായത് 12.5 രൂപ ഞാൻ കൂട്ടി വിറ്റു. അപ്പം 112 രൂപ 12.5-ക്കായിരിക്കും ഞാൻ വിൽക്കുക. ശരിയല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കുക, ഈ 112.5 എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസിന് തത്തുല്യമാകുന്ന എമൗണ്ട് ആണ് ഈ 405. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ? അവിടെ ഹൗ മച്ച് പ്രോഫിറ്റ് എന്നാ ചോദിക്കുന്നത്. അവിടെ ഹൗ മച്ച് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? അവിടെ 12.5 ആരാണെന്നാണ് ചോദിക്കുന്നത്. ഈ 12.5 ആരാണെന്ന് കണ്ടുപിടിക്കാമോ? പ്രോഫിറ്റ് അവിടെ എത്ര? 12.5% അല്ലേ? നമ്മൾ അതിനെ 12.5 എന്ന് വിളിച്ചിട്ട് ഇനി ക്യാൻസലേഷൻ മാത്രം നോക്കിയാൽ മതി. എനിക്ക് അറിയാം 12.5 എന്ന് പറയുമ്പോൾ 12.5 ഗുണം 8 എടുക്കുമ്പോൾ 12.5 ഗുണം 2 25, 25 ഗുണം 4 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 12.5 ഗുണം 8 എന്ന് പറയുന്നത് 100 വരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു 12.5. അപ്പൊ ഇത് വെട്ടുമ്പോൾ എത്ര വരും? 9 വരും. താഴെ മുകളിലും എനിക്ക് കോർണർ പോയിന്റുകൾ വെട്ടാം കേട്ടോ. മുകളിൽ 9 വരും. അതുകൊണ്ട് എൻ്റെ ആൻസർ ഈ 9 വെച്ച് വെട്ടുമ്പോൾ ഇനി ഇവിടെ എത്ര വരും? ഇവിടെ 9 4 36. 36ന്റെ ബാലൻസ് 4, 5 45. സോ 45 ആയിരിക്കും എൻ്റെ ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ഒരു സെറ്റപ്പ് മാത്രം മതി. എന്താ അവിടെ ചോദിക്കുന്നു? എത്രയാ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്? എന്താണ്? എത്രയോ ആയിക്കോട്ടെ. അവിടെ സെല്ല് ചെയ്യുന്നത് 12.5% ലാഭത്തിലാണെങ്കിൽ 405 രൂപയാണ്. ആ 12.5% കൂടി ചേർത്ത് വിൽക്കുമ്പോഴെങ്കിൽ ആ 12.5% എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏത് എമൗണ്ടിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഇത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ആണോ? മക്കളെ അടുത്തൊരു ചോദ്യം നോക്കിയടാ. ഈ ചോദ്യം പറയുന്നത് ഒരു വാച്ച് ഞാൻ എത്ര ശതമാനത്തിനാ ഞാൻ വിൽക്കുന്നത്? 5% നഷ്ടത്തിലാണ് ഞാൻ വിൽക്കുന്നത്. അതായത് 100 രൂപയുടെ വാച്ച് ഞാൻ 95 രൂപയ്ക്ക് വിറ്റു എന്നർത്ഥം. ശരിയല്ലേ? ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നിലവിലുണ്ടായിരുന്നതായ കോസ്റ്റ് പ്രൈസിനോടൊപ്പം, അതായത് വാങ്ങിയ വില എന്താണോ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു 20% കൂടെ കൂട്ടിയിരുന്നെങ്കിൽ 100 രൂപയായിരുന്ന സാധനം കോസ്റ്റ് പ്രൈസ് അപ്പം എത്ര രൂപയാക്കി എന്നർത്ഥം? 120 രൂപയാക്കി എന്നർത്ഥം. അതായത് 100 രൂപയ്ക്ക് പകരം 120 രൂപയായിരുന്നു കോസ്റ്റ് പ്രൈസ് എങ്കിൽ അവിടെ ശരിയായതായ, നേരത്തെ വിറ്റ ഒരു 5% വിറ്റെന്ന് പറഞ്ഞില്ലേ, 95 രൂപയ്ക്ക് വിറ്റെന്ന് പറഞ്ഞു, അതിൽ നിന്നൊരു 115 രൂപ കൂടി കുറയ്ക്കണം. ആ 115 രൂപ കൂടി കുറയ്ക്കുമ്പോൾ എനിക്ക് അവിടെ 40% ആകുന്ന നഷ്ടമാകും. എന്താണെന്ന് വ്യക്തമായില്ല എന്നാണെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. എടാ, നിലവിൽ ഞാൻ ആ വാച്ച് എന്ന് പറയുന്ന സാധനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 95% ഓക്കെ ആണോ? ഇനി അവർ പറയുന്നത് എന്താ? ഈ 95% ആകുന്ന ഈ എക്സ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിനെയാണ് കേട്ടോ. എക്സ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിനെയാണ് കേട്ടോ.
ഇനി ഇതാ പറയുന്നതെന്ന് മനസ്സിലാക്കണേ. എന്താ പറഞ്ഞേ? 95% കോസ്റ്റ് പ്രൈസ്, അതായത് വിൽക്കുന്നത് 95% വിലയ്ക്കാണ്. അപ്പോൾ എനിക്ക് 5% നഷ്ടമാണ്. ആ നഷ്ടമാകുന്ന വിലയിൽ നിന്ന് ഒരു 115 പുറകിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, ഓക്കെയാണോ? ആ കിട്ടുന്നത് എന്തായിരിക്കും? ആ കിട്ടുന്നത് നിങ്ങൾ നിലവിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോസ്റ്റ് പ്രൈസ് എത്രയാ? എക്സ് അല്ലേ? അതിൻ്റെ കൂടെ 100 വിലയെ ഞാൻ 120 ആക്കി മാറ്റി. അതായത് 120% ഓഫ് എക്സ്. കണ്ടോ? അതായത് 20% കൂട്ടുക എന്ന് പറഞ്ഞാൽ 100%-നോട് 20% കൂട്ടി എന്തോ പറ്റും? 120% ആകും. അതിനർത്ഥം എന്താ? നിലവിൽ നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കൂട്ടുമ്പോൾ അത് എത്രയാകുന്നു? 120% മാറുന്നു. അതായത് നിലവിലത്തെ കോസ്റ്റ് പ്രൈസ് 120% ആക്കിയാൽ അവിടെ നഷ്ടം എത്രയായിരിക്കും? 40%. അതായത് എനിക്ക് എന്തേ കിട്ടൂ? ബാക്കിയേ കിട്ടൂ. 40% പോയി, എൻ്റെ കയ്യിലേക്ക് ബാക്കി എന്തേ കിട്ടൂ? 60%. 40ന്റെ ബാലൻസ് 60% കിട്ടും. ആ 60% ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് അവിടുത്തെ ആശയം. പിടികിട്ടിയോ? എന്താ ഞാൻ പറഞ്ഞേ? 95% കോസ്റ്റ് പ്രൈസിന് ഞാൻ വിൽക്കുമ്പോൾ അവിടെ എനിക്ക് 5% നഷ്ടമല്ലേ? ആ 5% ആകുന്ന നഷ്ടത്തിന്റെ കൂടെ എനിക്ക് പിന്നെയും കുറച്ചുകൂടെ അധികമായി വരും. എങ്ങനെ ചെയ്ത? 95%-ൽ നിന്ന് ഒരു 115 കൂടി പുറകിലേക്ക് പോകുമ്പോൾ എത്ര വരുമോ ആ വിലയെന്ന് പറയുന്നത് 20% കോസ്റ്റ് പ്രൈസിൽ കൂട്ടി അതിൻ്റെ 40% നഷ്ടം എത്രയാണെന്ന് നോക്കുന്നു. ഇത് രണ്ടും തുല്യമായിരിക്കും. ഇതാണ് ചോദ്യം പറയുന്നത്. പിടികിട്ടിയോ? എങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വാല്യൂസ് എല്ലാം വെട്ടി ചെറുതാക്കി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എടുത്താൽ മതി. ദാണ്ടെ 6ഉം ദാണ്ടെ 0 മൊത്തം മുകളിലും താഴെയുള്ളത് വെട്ടിക്കളഞ്ഞു. ഇനി ഒരു 0 കൂടെ അവശേഷിക്കുന്നുണ്ട്. 120ന്റെ ഒരു 0 100ന്റെ അടുത്ത 0 വെട്ടി മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്യും? 12 ഗുണം 6 എത്രയാണെന്ന് നോക്കും. 12 ഗുണം 6 72. അപ്പുറത്തും ഇപ്പുറത്തും 100 ഒരുപോലെ വരുന്നുണ്ട്. അത് വേണമെന്നാണെന്നുണ്ടെങ്കിൽ വെട്ടാം. പക്ഷേ ഇവിടെ 2 0 കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം അവിടെ കിടപ്പുണ്ട് കേട്ടോ. തൽക്കാലം നിങ്ങളത് ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചെയ്താലും മതി. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവസാനം ചെയ്താലും മതി. ഓക്കെ ആണോ? ഇവിടെ 2 0 കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ? ഇവിടെ ഞാനിതിപ്പോൾ കൊടുക്കുന്നില്ല. അതാണ്ട് ഇവിടെ 100 ഞാൻ അതേപോലെ എഴുതി വെച്ചു. ഇനി 12 ഗുണം 6 എന്ന് പറയുന്നത് 72 ആണ്. കണ്ടോ? എന്തോ വരും? 72 ആണ്. ഇനി എന്താ ഉള്ളത്? ഇവിടെ 95 ഉണ്ട്, അപ്പുറത്ത് 72 ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ വ്യത്യാസം എന്ന് പറയുന്നത് 23x എന്ന് വരും. ഓക്കെ ആണോ? ഇത് ഈക്വൽ ടു എന്തോ വരും? അപ്പുറത്ത് 115 ഗുണം 2 0. എന്നാൽ ഇവിടെ ബൈ 100 അങ്ങ് അപ്പുറത്തോട്ട് പോകും. ഇനി എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു എത്ര വരുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഈക്വൽ ടു എത്ര വരുമായിരിക്കും മക്കളെ? എക്സ് ഈക്വൽ ടു എത്ര വരുമായിരിക്കും? എന്താ നോക്കിക്കോ. 23 ഗുണം 5 ആണ് എത്ര? 115 എന്ന് പറയുന്നത്. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 500 വരും. അതായത് കോസ്റ്റ് പ്രൈസ് 500 ആണ്. ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ശരിക്കും ഇത്രയേ ഉള്ളൂ. ആ സ്റ്റെപ്പ് എഴുതുന്നതിനകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആദ്യമേ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് എഴുതാവുന്നതായ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ പെട്ടെന്ന് കിട്ടും. 500. ഓക്കെ ആണോ? അപ്പോൾ സിംപ്ലി നിങ്ങൾ ഈ ഒരു ചോദ്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഇവിടെ നിലവിൽ അവർ പറയുന്ന 95% ആകുന്ന വില, ആ 95% ആകുന്ന കോസ്റ്റ് പ്രൈസിന് വിൽക്കുന്നു. അത് 5% നഷ്ടമാകുമ്പോഴല്ലേ? അതിൽ നിന്ന് 115 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് ആകുന്നവൻ്റെ 120% ആകുന്ന വിലയ്ക്ക് നിങ്ങളത് വാങ്ങിച്ചിട്ട് അതിൻ്റെ 60%-ൽ 40% നഷ്ടത്തിൽ, അതായത് 60% ആകുന്ന വില എത്രയാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നാണോ കിട്ടുന്നത് അതിന് തുല്യമായിരിക്കും കേട്ടോ. ഇതിൻ്റെ 60%-ന് തുല്യമായിരിക്കും. എന്താ ഇത്? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് പിടികിട്ടിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേടാ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് സം എമൗണ്ട് ഓഫ് മണി ഫോർ 2 years ഈസ് 400 ഇഫ് ആർ ഈസ് 4% മോർ. ആർ ഈസ് 4% മോർ. ദെൻ അവരവിടെ എന്ത് ചോദിക്കുന്നു മക്കളെ? 6 എന്ന് പറയുന്ന ആൾ 4% മോർ ആണെങ്കിൽ ദെൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി 400 മോർ. വാട്ട് ഈസ് ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് മണി? എന്താണ് അവിടുത്തെ ഒറിജിനൽ എമൗണ്ട് ഓഫ് മണി എന്ന് അവർ ചോദിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് എത്ര എമൗണ്ട് ഓഫ് ആണ്, എത്ര എമൗണ്ട് ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവർ തന്നിട്ടുണ്ട്. എന്താണ്? 2 വർഷത്തേക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്? 400 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ശരിയാണോ? അപ്പോൾ 1 വർഷത്തേക്ക് എത്രയായിരിക്കും? 1 ഇയറിലേക്ക് എത്രയായിരിക്കും? അത് 400ന്റെ പകുതിയാകുന്ന 200. കാര്യം എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് എ ഫിക്സ്ഡ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി മനസ്സിലാക്കണം, 1 വർഷത്തെ എമൗണ്ട് വെച്ചിട്ട് ആ ശതമാനം പറയണ്ടേ. ഇവിടെ 4% കൂട്ടുമ്പോഴെന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? 4% എന്നത് 200 രൂപയുടെ വ്യത്യാസം ഉണ്ടാക്കുന്നു. ആദ്യം 2 വർഷത്തിനെ 1 വർഷമാക്കണം, എന്നിട്ടത് 4% എന്ന് പറയുന്നത് എന്തെന്ന് പറയണം? 200ന്റെ വ്യത്യാസം ഉണ്ടാക്കണം. അല്ലെ 8% 200 എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഓക്കെ ആണോ? 8% 400 എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. കാര്യം 2 വർഷമാകുമ്പോൾ 4% 2 തവണയുണ്ട്. അപ്പോൾ 8%. അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
വർഷം പകുതി എന്താണ് എമൗണ്ട് പകുതിയാക്കുക, എന്നിട്ട് 4% എന്ന് പറയുന്നത് 200 തുല്യം എന്ന് പറയും. ഇനി അവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? 4% എന്ന് പറയുന്നത് 200 ആണെങ്കിൽ സം ഓഫ് മണി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അവിടെ സം ഓഫ് മണി എത്ര വരും? ഇവിടെ താണ്ടേ 4%. ഈ 4 കൊണ്ട് ഇവനെ വെട്ടുമ്പോൾ എത്ര വരും? 50 വരും. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആരെ രണ്ടുപേരെ? ഇവരെ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 50 ഗുണം 100 എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 5000. എത്ര രൂപ വരും? 5000. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ എത്ര വരും ഇവിടെ? ഓപ്ഷൻ ഡി വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. എടാ അതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ. Find the compound interest on a sum of ₹1000 at the rate of 10% per annum for 1.5 years. When interest is compounded half yearly. മക്കളെ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ചോദ്യത്തിനകത്ത് ആ റേറ്റിന്റെ കേസ് പറഞ്ഞേക്കുന്നത് പെർ ആനം ആണോ എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. കാര്യം എന്താ? പെർ ആനത്തിൽ എന്താണെന്നാണോ പറയുന്നത് അതെത്രയെന്നാ പറയുന്നത്? ഇവിടെ 10%. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്നാകുമ്പോൾ ഹാഫ് ഇയർ പെർ ഹാഫ് ഇയർ എന്നാകുമ്പോൾ ഇത് ശതമാനം എന്താകും? 10ന്റെ പകുതിയാവും. ദാറ്റ് ഈസ് 5% ആവും. ഓക്കെ ആണോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യുന്നു ഓരോ ഹാഫ് ഇയറുകൾ ഇടവിട്ട് എന്ന് പറയുമ്പോൾ എത്ര വർഷമുണ്ട് അവിടെ? 1.5 വർഷം. അപ്പൊ എത്ര തവണ പലിശ അടയ്ക്കേണ്ടി വരും? അതായത് 1.5 വർഷത്തിൽ എത്ര അര വർഷങ്ങൾ വീതം ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ 6 മാസങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക. 3 എണ്ണം അല്ലേ? അതായത് നമുക്ക് എന്ത് വേണം? പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിക്കണം. പാസ്കൽ ട്രയാങ്കിൾ എത്ര വർഷത്തെ കോഡ് വെച്ചാൽ ഉപയോഗിക്കണ്ടേ? 3 വർഷത്തതിന്റെ കോഡ്. ദാറ്റ് ഈസ് 1331. ഇതാണ് പാസ്കൽ ട്രയാങ്കിളിന്റെ കോഡ്. 1331 ഇതാണ് പാസ്കൽ ട്രയാങ്കിളിന്റെ കോഡ് കേട്ടോ. ഇനി ഇതാ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഏറ്റവും ആദ്യത്തെ 1ന്റെ അടിയിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അതേപോലെ എഴുതും. ദാറ്റ് ഈസ് 1000. ഇനി എന്ത് ചെയ്യും? തൊട്ടടുത്തതായ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യണം? 1000ന്റെ 5%. അതെത്ര മക്കളെ വരുന്നത്? 50. ഓക്കെ ആണോ? ഇനി തൊട്ടപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്ത് ഞാൻ ചെയ്യേണ്ടതായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? 50ന്റെ 5% എഴുതണം. എവിടെ? ദാണ്ടെ 1000ന്റെ 5% 50. 50ന്റെ 5% എത്ര വരുമെന്ന് ഇവിടെ എഴുതണം. അപ്പൊ ഞാൻ അതെങ്ങനെ എഴുതുന്നത്? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 50 ഗുണം 5/100 ആണ്. ഓരോ പൂജ്യങ്ങൾ വെട്ടിമാറി തങ്ങളി കുടിക്കുമ്പോൾ 25. ഒരു പോയിന്റ് മാറ്റി കുത്തിടണം. ആൻസർ എത്ര വരും? അപ്പോൾ 2.5. ഓക്കെ ആണോ? 10% 5. 5% എന്ന് പറയുമ്പോൾ 5ന്റെ പകുതി 2.5. അങ്ങനല്ലേ വരിക. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ 1ന്റെ താഴെ 2.5%ന്റെ 5% എത്ര? സോറി, 2.5യുടെ 5% എത്രയാണെന്ന് എടുത്തെഴുതണം. അതായത് ശതമാനങ്ങൾ ഇങ്ങനെ എഴുതി പോകും. 1000ന്റെ എത്ര ശതമാനം? 1000ന്റെ 5%, 50ന്റെ 5%, 2.5യുടെ 5%, ഇങ്ങനെ എടുത്തു പോകാം. 2.5യുടെ 5% എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും? അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിൽ ചിന്തിക്കാൻ. ഒന്നുമില്ല, 25. എത്ര? ഇവിടെ 5% അല്ലേ? 5/100. അപ്പം ഞാൻ വെട്ടിച്ചെറുതാക്കുന്നു. എത്ര വരും? അല്ലേ വേണ്ട, വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ അവിടെ എന്തോ സംഭവിക്കും? നമുക്ക് പിന്നെ പോയിന്റ് ഇടുന്നത് എവിടെയാണെന്ന് ചിലപ്പോൾ പിടിയിട്ടാതായിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലി 25 ഗുണം 5 എന്ന് പറയുന്നത് എത്ര? 125. അതിനകത്ത് ഓൾറെഡി ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്. എത്ര സ്ഥാനം മാറ്റിയപ്പോൾ കുത്തണം? 3 സ്ഥാനം മാറ്റി. അപ്പോൾ 0.125. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കേട്ടോ. മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ എഴുതി കാണിക്കുന്നത്. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യണോടാ? ഇനി ഇവനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം മതിയെങ്കിൽ പ്രിൻസിപ്പൾ ഒഴികെ ബാക്കി എല്ലാവരെയും കൂടെ കൂട്ടണം. 50 ഗുണം 3 എന്ന് പറയുന്നത് എത്ര വരും? 150 പ്ലസ് ഈ 2.5യുടെ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 7.5 പ്ലസ് 0.125. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കിട്ടണം? വേണ്ട, ഇൻട്രസ്റ്റ് എമൗണ്ട് ടോട്ടൽ കൂട്ടിയാൽ മതി. 150, 157, 157 കേട്ടോ. അപ്പം 150ഉം 7ഉം 157. 157 റേഞ്ചിലുള്ള ഒരാൾ മാത്രമേ കൂട്ടത്തിയുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 157.63. കണ്ടോ? 150ഉം 7.5 പ്ലസ് 0.125 എല്ലാം കൂടെ കൂട്ടണ്ട. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് 157 ചില്ലറയെന്നാണ്. അത് വരുന്ന ഒരാളെ കൂട്ടത്തിയുള്ളൂ. അവനെ ഞാൻ കറുപ്പിച്ചു കേട്ടോ. അടുത്ത ചോദ്യം നോക്കട്ടെ. എളുപ്പമല്ലേ മക്കളെ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഫോർ 2 years അറ്റ് 12.5% റേറ്റ് ഈസ് 45. ദെൻ വാട്ട് ഈസ് ദ സം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത് നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റ കാര്യം, പാസ്കൽ ട്രയാങ്കിളിനകത്ത് എനിക്കറിയാം 2 വർഷത്തെ കോഡ് 121 എന്നാണ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ? ഈ 1ന് താഴെ എഴുതുന്നതായ നമ്പർ എന്താണോ ആ നമ്പർ, അതായത് പ്രിൻസിപ്പൾ, അതിൻ്റെ 12.5% ആയിരിക്കും 2ന് താഴെ എഴുതുന്നത്. അതിൻ്റെ 12.5% ആയിരിക്കും നമ്മൾ എവിടെ എഴുതുന്നത്?
ഇതാ ഈ പറയുന്ന 1ന് താഴെ എഴുതുന്നത്. ഇനി 1ന് താഴെ എഴുതുന്ന വാല്യൂ എല്ലായ്പ്പോഴും ഈ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് വാല്യൂ ആയിരിക്കും ഈ 1ന് താഴെ നമ്മൾ എല്ലായ്പ്പോഴും എഴുതാനിരിക്കുന്നത്. ശരിയല്ലേ? ആ വാല്യൂ ചോദ്യം പറയുന്നത് ഇപ്പോൾ 45 എന്നാണ്. തിരിച്ചപ്പോൾ എന്ത് ചെയ്യണം? എടാ ഇവിടെ ഉണ്ടായിരുന്നവൻ്റെ 12.5% 45. അപ്പോൾ 45നെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 45നെ തിരിച്ച് ഗുണിക്കണം 100/12.5. ഇപ്പം എവിടെ എത്തി? ഇതാ ഇവിടുത്തെ വാല്യൂ എത്രയാണെന്ന് കിട്ടി. ഇതിനെ തിരിച്ച് ഗുണിക്കണം 100/12.5. അപ്പോൾ എവിടെ വരും? ദാണ്ട് ഇവിടെ വരും. ശരിയാണോ? തിരിച്ച് ഗുണിച്ച് പാടാ. ഇവിടെ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 12.5, 12.5 എക്സിൻ്റെ 12.5, അപ്പോൾ 45 വരുന്നത്. അതിനെ തിരിച്ച് ഗുണിച്ചെടുത്ത് വരുക. ഇനി 12.5യും ഈ പറയുന്ന 100 വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? 8. ദാ ഇവിടെയും വെട്ടുമ്പോൾ എനിക്ക് എത്ര വരും? 8. ഇനി എന്തുണ്ട്? 45 × 64 നമ്മുടെ ആൻസർ. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു 5ഉം 2ഉം മാറ്റിയിടണം. കാര്യം എന്താ? ഓപ്ഷനിനകത്ത് എല്ലാത്തിലും 0യിൽ അവസാനിക്കുന്നത്. 0യിൽ അവസാനിക്കുന്നത്. ആ 0 അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാലൻസ് വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ആര് വരും എന്ന് കണ്ടുപിടിച്ചാൽ പ്രശ്നം മാറും. അപ്പോൾ ഞാനിവിടെ 45-നകത്ത് നിന്ന് ആ 5നെ മാറ്റി, ബാലൻസ് അവിടെ 9 ഉണ്ട്. ഇനി 64-ൽ നിന്ന് ഞാൻ 2നെ മാറ്റി, ബാലൻസ് അവിടെ എത്ര ഉണ്ട്? 32 ഉണ്ട്. അതായത് ഞാൻ 5 × 2 എന്നത് മാറ്റി എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 45-നകത്ത് നിന്ന് 5നെ എടുത്തു, 64-ൽ നിന്ന് 2നെ എടുത്തു. ഇനി അവശേഷിക്കുന്നതായിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഈ 9ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ൽ അവസാനിക്കുന്ന ആൻസർ ആയിരിക്കും, 80ൽ അവസാനിക്കുന്ന ആൻസർ ആയിരിക്കും എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. അതാര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി. കണ്ടോ? ആരായിരിക്കും? ഈ 5 × 2ഉം കൂടെ പരിഗണിക്കുമ്പോൾ 0, 80ൽ അവസാനിക്കുന്ന ആളായിരിക്കും എൻ്റെ ആൻസർ. അല്ലെങ്കിൽ 0 മാറ്റി നിർത്തിയാൽ 8ൽ അവസാനിക്കുന്ന ആളാരാണെന്ന് നോക്കിയാൽ അത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പിടികിട്ടിയോ? ഓക്കെ മക്കളെ, ഏതാ ഈ ഒരു ചോദ്യം നോക്കിയടാ. ചോദ്യം എന്താ പറയുന്നത്? എ ബസ് ലീവ്സ് ആഗ്ര അറ്റ് 5 AM ആൻഡ് റീച്ചസ് ഡൽഹി അറ്റ് 12 noon. അപ്പോൾ നമ്മൾ നോക്കും എത്ര മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ട്രാവലിംഗ് ടൈം? 7 മണിക്കൂർ. ശരി. അനദർ ബസ് ലീവ്സ് ഫ്രം ഡൽഹി അറ്റ് 8 AM ആൻഡ് റീച്ചസ് ആഗ്ര അറ്റ് 3 PM. 8 മണിക്ക് തുടങ്ങി 3 മണിയാകുമ്പോൾ തീരുന്നു. അവിടെയും എത്ര മണിക്കൂർ യാത്രയുണ്ട്? 7 മണിക്കൂർ. അവർ ചോദിക്കുന്നു അറ്റ് വാട്ട് ടൈം ഡു ദേ മീറ്റ്. മക്കളെ, ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നറിയാം? ഇവിടെ നമ്മൾ പറയണം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 1 km/h ആണെന്ന് കൺസിഡർ ചെയ്യുക. 1 kmph സ്പീഡ് 1 km/h ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇനി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. രണ്ടുപേരും 7 മണിക്കൂർ ട്രാവലിംഗ് ടൈം അല്ലേ ഉള്ളൂ. അപ്പോൾ 1 km/h ആണ് വേഗത എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 മണിക്ക് ഒരാൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്ന്? ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക്. അയാൾ പോകുന്നതിൻ്റെ എതിർദിശയിലല്ലേ മറ്റേ ബസ് 8 മണിക്ക് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ 5 മണിക്ക് തുടങ്ങുന്ന ആൾ 8 മണിയാകുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാകും? 3 മണിക്കൂർ പിന്നിട്ടിട്ട് എവിടെ എത്തിയിട്ടുണ്ടാകും? നിലവിൽ 1 km/h അല്ലേടാ അവൻ്റെ വേഗത. അതായത് 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ. അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് അവൻ എത്ര കവർ ചെയ്തിട്ടുണ്ടാവും? 3 കിലോമീറ്റർ ദൂരം അവൻ കവർ ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? അവൻ 3 കിലോമീറ്റർ ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും. ശരിയാണല്ലോ? ആണ്. ഇനി അവശേഷിക്കുന്ന ദൂരം എന്താണ്? അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. അതായത് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കല്ലേ പോയേ? ഡൽഹിയിലേക്ക് പോകുമ്പോഴുള്ള 3 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 7 കിലോമീറ്റർ ആണ് മൊത്തം. എടാ 1 km/h വേഗത എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 1 വെച്ച് 7 മണിക്കൂർ കൊണ്ട് 7 കിലോമീറ്റർ. അപ്പോൾ റിമൈനിങ് ഇനി എത്രയുണ്ട്? 4 കിലോമീറ്റർ ആണ് ഇനി അവിടെ റിമൈനിങ് എന്ന് പറയുന്നത്. ശരിയാണോ? അതായത് 8 മണിയാകുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ബസ് ഇല്ലേടാ, 8 മണിയാകുമ്പോൾ 8 AM ആകുമ്പോൾ ഈ ബസ്സിന് അങ്ങോട്ടേക്ക് ഇനി 4 കിലോമീറ്ററേ ഉള്ളൂ. അതേസമയം അപ്പുറത്ത് ആരുണ്ട്? ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബസ്സില്ലേ, ആ ബസ്സിൻ്റെ മുമ്പിലും എന്തേ ഉള്ളൂ? നിലവിൽ ഈ ബസ്സിലേക്ക് റീച്ച് ആകാൻ വേണ്ടി 4, അതായത് 2 പേർക്കും ഇടയിലാകുന്ന ഗ്യാപ്പ് എത്ര കിലോമീറ്റർ? ഇപ്പോൾ 4 കിലോമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഏത് തിയറി അപ്ലൈ ചെയ്യാം? റിലേറ്റീവ് വെലോസിറ്റിയുടെ തിയറി അപ്ലൈ ചെയ്യാം. അതായത് റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4. 2 പേരുടെയും ഇടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, ഇവൻ്റെ സ്പീഡ് 1 km/h ആണ് അങ്ങോട്ട്, അത് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതും 1 km/h. 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റികൾ ആഡ് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ് ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ. അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര? 2. ഇനി അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ടൈം അല്ലെങ്കിൽ മീറ്റിംഗ് ടൈം എന്ന് വേണമെങ്കിൽ തന്നെ വിളിച്ചോ. റിലേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ മീറ്റിംഗ് ടൈം ആയിരിക്കും കിട്ടുന്നത്. അവിടെ മീറ്റിംഗ് ടൈം എന്ന് തന്നെ വിളിച്ചോ. മീറ്റിംഗ് ടൈം എന്ത് വരും ഇവിടെ? മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത്
മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു എന്തോന്ന് വരും, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മണിക്കൂറുകളിലല്ലേ യൂണിറ്റ് എടുത്തിരിക്കുന്നത് ടൈമിന്. സോ ആൻസർ ഇസ് 2 hours. ആൻസർ 2 hours എന്നാണ് വരുന്നതെങ്കിൽ, ആൻസർ 2 hours എന്നാണ് വരുന്നതെങ്കിൽ നിലവിൽ എന്താ 8 മണി കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൂടെ കഴിയുമ്പോൾ ഇവർ കൂട്ടിമുട്ടും, കണ്ടുമുട്ടും. അപ്പോൾ 8 മണി കഴിഞ്ഞ് 2 മണിക്കൂറൂടെ കഴിയുമ്പോൾ 10 AM ആവും. എത്ര ആവും? 10 AM. സോ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? സോ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ആൻസർ പിടികിട്ടുമോ? പിടികിട്ടണേ. ശരി, അടുത്ത ചോദ്യം നോക്കേ മക്കളേതാ. നോക്കേടാ, ബോട്ട് ആൻഡ് സ്ട്രീമിനകത്ത് വരുന്നൊരു ചോദ്യമാണ് മക്കളേതാ. ഇത് നോക്കേടാ. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 13 km/h ആൻഡ് സ്പീഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4 km/h എങ്കിൽ 68 കിലോമീറ്റർ അപ്സ്ട്രീം കവർ ചെയ്യാൻ എന്ത് സമയം എടുക്കും? മക്കളെ, ഇത് വലിയ സംഭവമൊന്നുമില്ല. ഈ അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെള്ളം ഒഴുകി വരികയാണ്, അതിൻ്റെ എതിർദിശയിൽ ഞാൻ തുഴഞ്ഞു പോകണം. വെള്ളം എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് തുഴഞ്ഞു പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്തോരം കഷ്ടപ്പെടണം. എൻ്റെ വേഗത എന്ന് പറയുന്നത് അവിടെ മാക്സിമം കുറയത്തേ ഉള്ളൂ. അതായത് ഞാൻ അങ്ങോട്ട് തുഴയാൻ നോക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യാൻ നോക്കുക, തെള്ളാൻ നോക്കുക. അപ്പം എൻ്റെ വേഗത കുറയത്തേ ഉള്ളൂ. അപ്പോൾ അപ്സ്ട്രീം വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നാണ്, അല്ലെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ നിലവിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള എൻ്റെ സ്പീഡും അതുപോലെ ആ വെള്ളം കറണ്ടിൻ്റെ സ്പീഡും കൂടെ കുറച്ചാൽ മതി. രണ്ട് എതിർദിശയിലല്ല, അപ്പോൾ കുറയ്ക്കണം. 13 - 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9. ഓക്കെ ആണോ? 9 km/h ആയിരിക്കും എന്തെന്ന് പറയുന്നത്, എൻ്റെ അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അവരവിടെ പറയുന്നുണ്ട് ഞാൻ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, അത് 68 ആണ്. ഇനി എനിക്ക് പേടിക്കാനില്ല. എന്ത് ചെയ്താൽ മതി, എനിക്ക് ടൈമാണ് വേണ്ടത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അപ്സ്ട്രീം വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് 68 ആണ്, എൻ്റെ അപ്സ്ട്രീം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 9 ആണ്. ഇനി എത്ര പേരുടെ 7 9 63. ഇവിടെ 7 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, പക്ഷേ ഇനിയും ചില്ലറകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇനി പേടിക്കേണ്ട. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 7 hours and 33 minutes എന്ന് വരും. എന്തെന്ന് വരും ഇവിടെ, 7 ചില്ലറയെന്നല്ലേ, അവിടെ 7 ചില്ലറ വരുന്ന ഒരാളല്ലേ ഉള്ളൂ. 7 hours 33 minutes എന്നായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല, വളരെ നിസ്സാരമാണ്. ഈ ഒരു ചോദ്യം നോക്കട്ടെ. ടൈം ടേക്കൺ ഫോർ എ ജേർണി ഇൻ 50 minutes at 48 km/h സ്പീഡ്. വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഇഫ് ദ ജേർണി ടൈം ഇസ് റെഡ്യൂസ്ഡ് ബൈ 10 minutes? മക്കളെ, ഈ ഒരു ചോദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ രണ്ട് കണ്ടീഷൻ ഒരു പ്രത്യേകത, ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടിടത്തും എന്താണിടാ, സെയിം ആണ്. രണ്ടിടത്തും എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇനി എനിക്ക് എന്താണെന്ന് അറിയാം, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് കേട്ടോ. ഇനി അത് തന്നെ ഞാൻ ഇവിടെ എടുത്താൽ മതി. ഡിസ്റ്റൻസ് രണ്ട് കണ്ടീഷനിലും ഈക്വൽ ആയതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷനിലെ സ്പീഡ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ കണ്ടീഷനിലെ സ്പീഡ് ഇൻറ്റു ടൈം. ആദ്യത്തെ കണ്ടീഷനിലെ സ്പീഡ് എത്ര, 48. ആദ്യത്തെ കണ്ടീഷനിലെ ടൈം എത്ര, 50. സോ 48 × 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് എത്ര. ഈ ഡിസ്റ്റൻസ് ആർക്ക് ഈക്വൽ, രണ്ടാമത്തെ കണ്ടീഷനിലെ സ്പീഡ് ഇൻറ്റു ടൈം. രണ്ടാമത്തെ കണ്ടീഷനിലെ സ്പീഡ് എത്രയാണെന്ന് അറിയത്തില്ല, അതിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. ഇനി എന്താ, അവിടുത്തെ ടൈം അവർ പറയുന്നുണ്ട് 10 മിനിറ്റ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ 50 ആയിരുന്നു ടൈം, 10 മിനിറ്റ് കുറയുമ്പോൾ അവിടുത്തെ സമയം എത്രയായി, 40 ആയി എന്നർത്ഥം. ഇനി എസ് ആരാന്ന് വെട്ടി കണ്ടങ്ങ് പിടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വരും ഇവിടെ, താണ്ടേ ഒരു 0 ഇത് വെട്ടി, ഈ 40ൻ്റെ ഒരു 0 വെട്ടി, 4 കൊണ്ട് 48 വെട്ടി, ഇവിടെ 12 വന്നു. ഇനി ഇവിടെ ആരുണ്ട്, 12 × 5, 12 5 എത്ര വരും ഇവിടെ, എസ് ഇസ് ഈക്വൽ ടു 60. സോ ആൻസർ 60 km/h. ആൻസർ എത്ര വരും ഇവിടെ, 60 km/h. എന്താ ഇവിടെ ഉണ്ടോ, ഉണ്ട്. അതാണ്ട് ഓപ്ഷൻ എ 60 km/h. ഡൗട്ട് ഇല്ലല്ലോ, ഇല്ല. വളരെ നിസ്സാരമായിട്ട് കിട്ടും. അടുത്ത ചോദ്യം നോക്കേ. റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് സ്പിയർ of radius r and a cylinder of radius r and height 2r is. വോളിയം ആണ് വേണ്ടത്. എങ്ങനെയാ വേണ്ടേ, വോളിയം ഓഫ് സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സിലിണ്ടർ. സ്പിയറിന്റെ വോളിയം എന്താ മക്കളെ, 4/3 πr³. ഓക്കെ ആണോ? സിലിണ്ടറിന്റെ വോളിയം എന്താടാ, πr². എച്ച്, ഇവിടെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ, 2r ഈക്വലാ. ശരിയാണോ? ക്യാൻസലേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മാറ്റും. ഇവിടെ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ r³ താണ്ട ഇവിടുന്ന് വെട്ടാം, താണ്ട് ഇവിടുത്തെ ഒരു 6ഉം കൂടെ വെട്ടാം, എല്ലാം പോയി. പയ്യും എനിക്ക് ക്യാൻസൽ ചെയ്ത് മാറ്റാം. ഇനി അവിടെ ആകെയുള്ളത് ആര് മാത്രമാണ്, 4/3 ഡിവൈഡഡ് ബൈ 2. ഈ 2 എന്ന് പറയുന്ന ആളിങ്ങനെ 3യുടെ കൂടെ കയറും. അപ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും, 4:6 ആണ് റേഷ്യോ. വെട്ടിച്ചെറുതാക്ക്. എത്ര കൊണ്ടാണ്, 2 കൊണ്ട് വെട്ട്. സോ 2:3 എന്താണ്, 2 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 3 വരും, 2:3 വരും ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ,
ഇല്ല. അടുത്ത ചോദ്യം നോക്കേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് എ സർക്കുലർ വീൽ എന്ന് പറയുന്നത് 7/4 മീറ്റർ ആണ്. എങ്കിൽ ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് എ വീൽ മേക്ക് ടു കവർ 22 കിലോമീറ്റർ? 22 കിലോമീറ്റർ കവർ ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വീൽ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീലിൻ്റെ സർക്കംഫറൻസ് ആണ് ഇതിൻ്റെ ലെങ്ത്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്നതായ നീളം ഇങ്ങനെ കവർ ചെയ്ത് ഇതേ ലെങ്ത് തന്നെ ഇവിടെ വന്നു. അതായത് ഈ ഒരു സെലക്റ്റഡ് പോയിന്റ് ഇല്ലേ, ഏത് പോയിന്റ്? താണ്ടേ ഈ ഒരു പോയിന്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കാം. ഈ പോയിന്റ് ഒരു തവണ കറങ്ങി അതേ പോയിന്റ് തന്നെ തിരിച്ചെത്തി. ഈ ലെങ്ത് എത്രയായിരിക്കും നമ്മൾ പറയുന്നത്? 2πr ആയിരിക്കും. ദാറ്റ് ഈസ് പെരിമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സർക്കംഫറൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയും കേട്ടോ. ഇതറിയാമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ പടാന്ന് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ എന്താണ്? 2 ഇൻറ്റു പൈയുടെ വിലയെന്ന് പറയുന്നത് 22/7, ആറിൻ്റെ വിലയെന്ന് പറയുന്നത് 7/4. സോ ഇവിടെ ക്യാൻസലേഷൻസ് നടക്കണം. താണ്ടേ 7 ക്യാൻസൽ, 2 കൊണ്ട് ഇവിടെ ക്യാൻസൽ എന്ത് പറ്റും? 11 ആവും. ഒരു 2 കൂടെ ഉണ്ട്, അതങ്ങ് വെട്ടിമാറ്റും. സോ നമുക്ക് എന്ത് കിട്ടും? 2πr എന്ന് പറയുന്നത് 11 മീറ്റർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? ഇവിടെ 11 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എന്താ 22 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 22,000 മീറ്ററുകളാണ്. അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് നോക്കേ. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെവല്യൂഷൻസ് കിട്ടും. ദാറ്റ് ഈസ് 2000 റെവല്യൂഷൻസ് എന്ന് കിട്ടും. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു തവണ കറങ്ങുമ്പോൾ 11 മീറ്റർ പോകും. അങ്ങനെ ഒരു തവണ കറങ്ങുമ്പോൾ 11 മീറ്റർ പോകുമെങ്കിൽ 22,000 മീറ്റർ കിട്ടാൻ എത്ര തവണ കറങ്ങണമെന്നറിയാൻ 22,000 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ മതി. സോ 2000 റെവല്യൂഷൻസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ല മക്കളെ. ഏതാ നോക്കേടാ. ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് 150 ഡിഗ്രീസ് എങ്കിൽ പോളിഗൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നിസ്സാരമായിട്ട് കാര്യം പറയാൻ പറ്റും. ഇതൊരു പർട്ടിക്കുലർ ആകുന്ന ഒരു ആംഗിൾ, ഇന്റീരിയർ ആംഗിളിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് റെഗുലർ പോളിഗണാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും എല്ലാ റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് എല്ലാ ആംഗിളും 150 എന്നായിരിക്കും വരിക. പക്ഷേ ആ 150 ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എക്സ്റ്റീരിയർ ആംഗിൾ അവിടെ എത്ര ആയിരിക്കും അപ്പോൾ വരുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരുന്നത്? ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഒരു എക്സ്റ്റീരിയറും ഒരു ഇൻറ്റീരിയറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 വരണം. എങ്കിൽ അവിടെ എക്സ്റ്റീരിയർ ആരായിരിക്കും? ആ 150 180ക്കകത്ത് നിന്ന് കുറച്ചാൽ മതി. ഓക്കെ ആണോ? ഒരു എക്സ്റ്റീരിയറും ഒരു ഇൻറ്റീരിയറോടെ കൂട്ടുമ്പോൾ 180 വരണം. അതായത് എക്സ്റ്റീരിയർ ആരാന്ന് ചോദിച്ചാൽ 150 180ക്കകത്ത് നിന്ന് കുറച്ചാൽ മതി. ആൻസർ എത്ര വരും? 30 എന്ന് വരും. ഇനി എത്ര സൈഡുകൾ ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക് അറിയേണ്ടത് എന്നാണെങ്കിൽ, നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമുക്ക് അറിയേണ്ടെങ്കിൽ 360 ഡിവൈഡഡ് ബൈ ഈ 30 അങ്ങ് ഇട്ടാൽ മതി. ആൻസർ എത്ര വരും? 360 ഡിവൈഡഡ് ബൈ 30 അങ്ങ് ഇട്ടാൽ മതി. ആൻസർ എത്ര വരും? ഇവിടെ 0 വെട്ടി ബാലൻസ് 12 വരും. 12 സൈഡ്സ് ആയിരിക്കും ആ പോളിഗണിന് ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ? 12 സൈഡ്. അപ്പോൾ 360 നിന്ന് വേണം 30 വെട്ടാൻ. ഓക്കെ, 360. അപ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 എല്ലായ്പ്പോഴും വരുന്നത് എന്നൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കണം? 360 ഡിവൈഡഡ് ബൈ 30 എന്ന് എടുക്കണം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ നമ്മളൊരു കാര്യം പിടിച്ചു, നമുക്ക് അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഇതിൻ്റെ 12 സൈഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കണം? ഡൊഡെക്കഗൺ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡൊഡെക്കഗൺ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഡൊഡെക്കഗൺ. മക്കളെ അടുത്ത ചോദ്യം നോക്കടാ. ഇഫ് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഡിഗ്രി സോൾവ് ഫോർ തീറ്റ വേർ cos സ്ക്വയർ തീറ്റ മൈനസ് 3 cos തീറ്റ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 2 sin സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിലിപ്പം വാല്യൂ എന്ന് പറയുന്നത് 0-നും 90-നും ഇടയിൽ ഇൻക്ലൂഡിങ് 90. കാര്യം അവിടെ ഈക്വൽ ടു സൈൻ 90-ന് അടുത്ത് കിടപ്പുണ്ട്. ചെയ്യുമ്പോൾ നമുക്ക് ഇവനോട് ഈക്വൽ ആകുന്ന രീതിയിൽ ആർക്കാണ് വില തരാൻ സാധിക്കുന്നത്? cos സ്ക്വയർ തീറ്റ മൈനസ് 3 cos തീറ്റ പ്ലസ് 2 എന്ന് പറയുന്ന ആളിൻ്റെ വില 2 sin സ്ക്വയർ തീറ്റയ്ക്ക് ഈക്വൽ ആകുന്നത് ആരോടുള്ള വില ഇട്ട് കൊടുക്കുമ്പോഴാണ്. ഇവർക്കിടയിലാകണം വിലയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഈ 4 ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരുമെന്ന് നോക്ക്. cos തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ? cos തീറ്റ √3/2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 3/4 വരും. മൈനസ് √3/2ൻ്റെ സ്ക്വയർ 3/4 മൈനസ് ഇവിടെ എന്തുകൊണ്ട് 3√3/2 വരും പ്ലസ് 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4 വരും. ആൻസർ 1/2ലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഇവിടെ റൂട്ട് കിടക്കുന്ന ആളുണ്ട്, എന്തായാലും വരൂല. അപ്പോൾ 30 ഡിഗ്രി അല്ല എന്ന് മനസ്സിലായി. ഇനി 45 അങ്ങാണോ ആണോ എന്നറിയാൻ 45ൻ്റെ വാല്യൂ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. 45ൻ്റെ വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്താൽ എന്തോ വരുമെന്ന് നോക്കേടാ. ആലോചിച്ച് നോക്കിക്കോ. അവിടെ 1/√2 ആണ് വരേണ്ടത്. അതാണ്ട് ഇവിടെ ഞാൻ 1/√2 എന്ന് ഇട്ട് കൊടുക്കും. അതിൻ്റെ സ്ക്വയർ 1/2 മൈനസ് 3 ഇൻറ്റു എന്താണ്
1/√2. അപ്പോൾ 3/√2 വരും, പ്ലസ് 2 വരും. ഇതിൻ്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആകണം? 2 × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഒരു കാരണവശാലും 1ന് ഈക്വൽ ആവില്ല. അപ്പോൾ 45 അല്ല. ഇനി 90 ആണോ എന്ന് നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. കോസ് സ്ക്വയർ, കോസ് 90 എന്ന് പറയുന്നത് എത്ര വരും? 0 വരും. മൈനസ് ഇവിടെ എന്തോ വരും? 0 വരും. ഇവിടെ എന്തോണ്ട്? പ്ലസ് 2 വരും. ഇവിടെ എന്തോണ്ട്? 2 × സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ 90 എത്ര? 1. ആണ്ട് 2 = 2 എന്ന് വരുന്നുണ്ട്. ആൻസർ 90. ചുമ്മാ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, ഡെഫിനറ്റ്ലി നമുക്ക് ആൻസർ കിട്ടും. ഈ ട്രിഗണോമെട്രിയിലെ ചോദ്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വാല്യൂ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കിയടാ. ഈ ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? സൈൻ 120 ഡിഗ്രി ഇൻറ്റു അടുത്ത എന്താ? സൈൻ 240 ഡിഗ്രി ഇൻറ്റു സൈൻ എന്തെന്നാ തന്നേക്കുന്നത്? 270 ഡിഗ്രി. സൈൻ 270 ഡിഗ്രി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എടാ ഇവിടെ 120 എന്ന് പറഞ്ഞാൽ 90 + 30 ആണ്. ഓക്കെ ആണോ? ഇവിടെ 240 എന്ന് പറഞ്ഞാൽ 270 മൈനസ് എത്രയാണ്? 30 ആണ്. ഇവിടെ സൈൻ 270 കിടപ്പുണ്ട്. ഇനി നമുക്കറിയണം സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ ആരാണ്? സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ ആരാ? 90 പ്ലസ് എന്നാണ്, അതങ്ങ് കോസ് ആക്കണം. ഓക്കെ ആണോ? കോസ് ആക്കണം. സൈൻ ഓഫ് 90 പ്ലസ് ഓഡ് മൾട്ടിപ്പിൾസ് വരുമ്പോൾ സൈൻ അങ്ങ് കോസ് ആവും. ഇനി അത് ഏതാ? 90 പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാ? അതുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൂടെ? ഇത് 0, ഇത് 90, ഇത് 180, ഇത് ഏത് ക്വാഡ്രന്റ് ആടാ? 270, ഇത് ഏതാണ്? 360. ഓക്കെ ആണോ? ശരി. അപ്പോൾ ഈ ആംഗിൾ അനുസരിച്ചിട്ട് നമുക്ക് ആ ഓരോ ക്വാഡ്രന്റിൽ ഏത് വരുമെന്ന് നമ്മൾ നോക്കണം. ഇപ്പം 90 + 30 എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ് വരുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് ക്വാഡ്രന്റിനകത്ത് സൈൻ പോസിറ്റീവ് ആണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കവിടെ സൈൻ ഓഫ് 90 + 30 എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് 90 + 30 എന്ന് പറയുമ്പോൾ അത് ആർക്ക് ഈക്വൽ ആവും? കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആവും. ദാറ്റ് ഈസ് കോസ് 30ക്ക് ഈക്വൽ ആവും കേട്ടോ. അത് ആർക്ക് ഈക്വൽ ആവും? 90 + തീറ്റ. അവിടെ കോസ് 30ക്ക് ഈക്വൽ ആവും. ഇനി ഇൻറ്റു 270 - 30 എന്ന് പറയുമ്പോൾ താണ്ടെ ഏത് ക്വാഡ്രന്റ് വരുമായിരിക്കും? താണ്ടെ 270 കഴിഞ്ഞ് താങ്ങി ഇപ്പുറത്തോട്ട്. ഏത് ക്വാഡ്രന്റ്? അത് തേർഡ് ക്വാഡ്രന്റ്. മക്കളെ തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ നമ്മുടെ വാല്യൂ എന്താവും? നെഗറ്റീവ് വാല്യൂ ആവും. കാര്യം എന്താ? തേർഡ് ക്വാഡ്രന്റ് സൈൻ നെഗറ്റീവ്. അതുകൊണ്ട് ഇത് 270 എന്നല്ലേ? 270 എന്ന് പറയുമ്പോൾ ഓഡ് മൾട്ടിപ്പിൾ. അപ്പോൾ മൈനസ് സൈൻ അങ്ങ് കോസ് ആവണം കേട്ടോ. കോസ് 30 എന്നാവും. ഇൻറ്റു ഇനി 270 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓൾറെഡി ഈ ഒരു വരയ്ക്കകത്ത് നിൽക്കുന്നു. ഇവിടുത്തെ സൈനിൻ്റെ വില എത്ര ആയിരിക്കും? അത് നമ്മളിതാ ഇങ്ങനെ സൈനിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാലും മതി. ഇതാണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് π/2, ഇത് 180, ഇതാണ് 270. അപ്പോൾ ആൻസർ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ -1 ആയിരിക്കും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ -1. ഇതിൻ്റെ കോസ് 30യുടെ വില എത്രടാ? √3/2. ഇവ ഇൻറ്റു -√3/2. അപ്പോൾ ആൻസർ എന്തോ വരും ഇവിടെ? ഇതാ നോക്കിക്കോ. 3, 2 × 2 എത്ര വരും? 4. താണ്ടെ ഈ മൈനസും ഇവിടെ വരുന്ന മൈനസും കൂടെ ചേർത്തിട്ട് എത്ര വരും ഇവിടെ? മൈനസ് അങ്ങ് പ്ലസ് ആവും കേട്ടോ. ഇതങ്ങ് മൈനസ് അങ്ങ് പ്ലസ് ആവും. √3 × √3 is 3, 2 × 2 is 4. സോ ആൻസർ is 3/4. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. മക്കളെ ഈ ഒരു ചോദ്യം നോക്കിയടാ. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ 7π/4 ഇൻറ്റു സൈൻ π/4 ഇൻറ്റു സൈൻ 3π/4 ഇൻറ്റു സൈൻ 5π/4. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നിനെയും കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക. അത് ഏതനുസരിച്ച് നമ്മുടെ ക്വാഡ്രന്റ് അനുസരിച്ചിട്ട് വാല്യൂസ് എടുക്കുക. ഇപ്പോൾ സൈൻ 7π/4 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്താണ്? ഇവനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാടാ? താണ്ടെ സൈൻ ഓഫ് എങ്ങനെയാ? 7π/4 എന്ന് പറയുമ്പോൾ 2πയോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് 2π മൈനസ് കണ്ടോ എന്തോന്ന് എടുക്കണം? 4, 2, 8. അപ്പോൾ ഇവിടെ π/4 എന്ന് എടുത്താൽ മതി. കണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന π/4 അസോസിയേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും അവന് നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ്? 2π - π/4. ആ ഒരു രീതി കിട്ടണം, എന്നാലേ നമുക്കവിടെ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളാരാ അവിടെ ഉള്ളത്? സൈൻ ഓഫ് π/4 കഴിഞ്ഞാൽ ഇനി അവിടെ ഉള്ളത് π/4നെ എടുക്കണ്ട. കാര്യം ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെ ആണല്ലോ. 3π/4 ആണ് ഇനി അടുത്ത ക്വാഡ്രന്റിൽ. അവൻ്റെ വാല്യൂ നമുക്ക് വേണം. സൈൻ 3π/4 എന്ന് പറയുമ്പോഴത്തേക്ക് സൈൻ ഓഫ് എങ്ങനെ എടുക്കേണ്ടി വരും? സൈൻ ഓഫ് പൈ മൈനസ് എന്തോന്ന് എടുക്കണോടാ? പൈ മൈനസ് എന്തോന്ന് എടുക്കണം? പൈ മൈനസ് π/4 എന്ന് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? ഇനി അടുത്തത് ആരാ അവിടെ ഉള്ളത്? സൈൻ ഓഫ് 5π/4 അവിടെയുണ്ട്. അപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് ഏത് ക്വാഡ്രൻ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം തീർന്നു. പൈ എന്തോ ചെയ്യണം അവിടെ? പൈ പ്ലസ് π/4 എന്ന് എടുത്താൽ മതി. കാര്യം എന്താ?
4π ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്കറിയാലോ 4π + 1 എന്ന് പറയും. 4π + π എന്ന് പറയുമ്പോൾ 5π വരും. ഇനി 2π - എന്നാവുമ്പോൾ ഏത് ക്വാഡ്രന്റാ? 4th ക്വാഡ്രന്റ് വരും. അപ്പൊ ആൻസർ ഇവിടെ പൈകൾ വെച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, സൈനായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. sin π/4 എന്ന് എടുക്കാം, പക്ഷെ 4th ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി π - എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ്, അവിടെ സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഡയറക്ട്ലി യു ക്യാൻ ടേക്ക് sin π/4 എന്ന് വാല്യൂ എടുക്കാം. പൈ ആണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, π/4 എന്ന് എടുത്താൽ അതെ, ഇവിടുത്തെ വില അതേപോലെ അങ്ങ് എടുത്താൽ മതി. ഇവിടെ പയ്യ നോക്കണ്ട. അപ്പോഴും നമ്മുടെ ആൻസർ എന്താണ്? sin π/4 എന്ന് തന്നെ വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. π+ എന്ന് പറയുമ്പോൾ 180 മുകളിലാകുമ്പോൾ 3rd ക്വാഡ്രന്റ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 3rd ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. ഇനി അവിടെ എന്തൊക്കെ നമുക്കുണ്ട് എന്നൊന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നോക്കേടാ, sin π/4 ആദ്യത്തെ ആള് -sin π/4 ആണ് എഴുതി, ഇൻറ്റു ചോദ്യത്തിനകത്തുള്ള sin π/4 എഴുതി. ഇനി അടുത്ത 3π/4ന്റെ sin π/4 എഴുതി. ഇനി അവിടെ ആരുണ്ട്? ഒരു -sin π/4 ഉണ്ട്. ഓക്കെ അല്ലേടാ? ഒരു -sin π/4 ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യാം മക്കളെ? ഒന്നുമില്ല, നിസ്സാരമായിട്ട് ദാണ്ട് ഈ മൈനസും ഈ മൈനസും വെട്ടും. sin π/4 എന്ന് പറഞ്ഞാൽ 1/√2. അങ്ങനെയുള്ള എത്ര 1/√2കൾ ഉണ്ട്? 1, 2, 3, 4. താണ്ടേ 1/√2 എത്ര? ഏതാ? ഹോൾ റേസ്ഡ് 4 എന്ന് പറഞ്ഞാൽ എന്താടാ? 1/2² എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആൻസർ ഇസ് 1/4 വരും. സോ ഓപ്ഷൻ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഇതൊന്ന് എഴുതുന്ന കാര്യം മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് വളരെ നല്ലതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതാൻ പറ്റും. ഈ ഒരു ക്വാഡ്രന്റ് തിരിക്കുക, അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞാനത് വ്യക്തമായിട്ടൊന്ന് എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. മക്കളെ, ഈ ഒരു ചോദ്യം നോക്കടാ. ഒരു ക്ലോക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചത് 4 മണിക്കാണ്. അത് വ്യാഴാഴ്ചയാണ് സെറ്റ് ചെയ്തത് എങ്കിൽ ഓരോ 3 മണിക്കൂറിലും 20 സെക്കൻഡ് വീതം അധികം ഗെയിൻ ചെയ്യുന്ന ക്ലോക്കിൽ വെള്ളിയാഴ്ച 8:30 ആകുമ്പോൾ ശരിക്കും എന്ത് സമയമാണ്? രാത്രി 8:30 ആകുമ്പോൾ ശരിക്കും എന്ത് സമയമായിരിക്കും? ആ ക്ലോക്കിൽ കാണിക്കുക ശരിയായ സമയം 8:30 പക്ഷെ ആ ക്ലോക്കിൽ എന്ത് കാണിക്കും? കാര്യം 3 മണിക്കൂർ കൂടുമ്പോൾ 20 സെക്കൻഡ് വീതമല്ലേ കൂടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിലവിലെ രാവിലെ 4 മണിക്കാണ് അത് സെറ്റ് ചെയ്തത്, അതും വ്യാഴാഴ്ച. അത് വെള്ളിയാഴ്ച 4 മണി ആകുമ്പോഴേക്കും അത് എത്ര മണിക്കൂർ പാസ് ആയിട്ടുണ്ടാകും? ഫ്രൈഡേ ആകുമ്പോഴേക്കും ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. അതും കഴിഞ്ഞ് ഒരു വൈകുന്നേരം 4 മണി ആകുമ്പോഴേക്കും എന്ത് സമയമായിട്ടുണ്ടാവും? വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പറയുക, ആ ദിവസത്തിലെ 8:30 എന്ന് പറയുന്ന സമയത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരു 4.5 മണിക്കൂർ കൂടി അവിടെ അധികം കൂട്ടിച്ചേർക്കണം. അപ്പോൾ മൊത്തം എത്ര മണിക്കൂറുകൾ ഉണ്ട് ഈ പറയുന്ന 4 മണിയിൽ നിന്ന് രാത്രി 8:30 വരെയുള്ള സമയത്തിനിടയ്ക്ക്? താണ്ടേ 24, 34, 2, 36, 4, 40, 40.5 മണിക്കൂർ. ദാറ്റ് ഈസ് 40.5 ഹവേഴ്സ് ഉണ്ട്. ഓക്കെ ആണ്? എത്ര മണിക്കൂറുണ്ട്? 40.5. അപ്പോൾ മൊത്തം എത്ര സമയമുണ്ട് ഈ രാവിലെ 4 മണി മുതൽ പിറ്റേന്നത്തെ രാത്രി 8:30 വരെ എന്ന് ചോദിച്ചാൽ 40.5. ഓക്കെ അല്ലേ? 40.5. അപ്പോൾ ശരിയായ സമയം എന്ന് പറയുന്നത് 40.5 മണിക്കൂറാണ്. ഇനി നമ്മളോട് എന്ത് കാര്യമാണ് ചോദിക്കുന്നത് എന്ന് നോക്കുക. എടാ, അവിടെ 3 മണിക്കൂർ കൂടുമ്പോൾ എത്ര സെക്കൻഡാ ക്ലോക്കിൽ അധികം വരുന്നത്? 20 സെക്കൻഡുകൾ വീതം. എങ്കിൽ 1 മണിക്കൂറിൽ എത്രയാകാം? 20/3 സെക്കൻഡുകൾ ഗെയിൻ ആകും. ഈ ഒരു കാര്യം പിടികിട്ടിയോ? എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മൊത്തം എൻ്റെ കയ്യിൽ 40.5 മണിക്കൂർ, അല്ലെങ്കിൽ 40.5 എന്ന് പറഞ്ഞാൽ 40 മണിക്കൂറും 30 മിനിറ്റും എന്നാണ്. 40.5 എന്ന് വിളിച്ചാൽ മതി. അവനെ ഞാൻ 20/3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 40.5 എന്ന് പറയുമ്പോൾ 40.5 എന്ന് പറഞ്ഞാൽ 40.5 മണിക്കൂർ. 40.5 മണിക്കൂറിൽ എത്ര സെക്കൻഡുകൾ ഗെയിൻ ചെയ്യുമെന്ന് അറിയണ്ടേ? 1 മണിക്കൂർ 20/3 ആണ്. എങ്കിൽ 40.5 മണിക്കൂറിൽ എത്ര ആണെന്ന് അറിയാൻ 40.5 ഗുണം 20/3. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാടാ? വെട്ടി ചെറുതാക്കാൻ പറ്റും. വെട്ടി ചെറുതാക്കുമ്പോൾ ദാണ്ട് ഈ 3 കൊണ്ട് വെട്ടി ചെറുതാക്കണം. അപ്പോൾ എത്ര വരും ഇവിടെ? 1 തവണ. ബാലൻസ് 10 ആകുമ്പോൾ 3 തവണ. ഇനി അവിടെ എത്ര ഉണ്ട്? അപ്പോൾ 3 ആകുമ്പോൾ ബാലൻസ് 1 ഉണ്ട്, 15. അപ്പോൾ 5. ഓക്കെ ആണോ? 13.5, 13, 2, 26 വരും. അപ്പോൾ എത്ര വരും? 270 എന്ന് വരും. ഓക്കെ ആണോ? 270 സെക്കൻഡ് എന്ന് വരും. ശരിയാണോ മക്കളെ? ആണോടാ? അപ്പോൾ 270 സെക്കൻഡ് ആണ് അവിടെ ഗെയിൻ ആകുന്നത്. ഈ 270 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിന് /60 നോക്കിയാൽ മതി. 270 എന്ന് പറയുമ്പോൾ 6, 4, 24. എന്തായാലും 4 മിനിറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ മിനിമം 4 മിനിറ്റ് എന്തായാലും അവിടെ കൂടിയിട്ടുണ്ടാവും എന്നാണ് നമുക്കൊരു ഏറെക്കുറെ 270 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് പിന്നെ ചില്ലറ പ്ലസ് എക്സ്ട്രാ അത്രയെന്നുള്ള രീതിയിൽ മിനിമം ആലോചിക്കാമല്ലോ. 4 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ. ഓക്കെ ആണോ?
4 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ. അതാണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, 4 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ വരും. ശരിയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, 8:30 കൂടെ 4 മിനിറ്റ് കൂട്ടിയാൽ 8:34 വരും. ശരിയല്ലേ? അപ്പൊ എന്തായാലും താണ്ടെ ഇവിടെ 2 ഓപ്ഷനുകൾ കിടപ്പുണ്ടോ? താണ്ടെ 8:34 വരുന്നുണ്ട്. പിന്നെയും അതിൻ്റെ കൂടെ ചില്ലറയുണ്ടെന്ന് പറയുമ്പോൾ ഇത് വരുത്തില്ല, മറിച്ചത് ഓപ്ഷൻ സി വരും. 8 മണിക്കൂർ 34 മിനിറ്റ് 30 സെക്കൻഡ് എന്നുള്ളത് വരും. അല്ലാതെ തൊട്ട് താഴെ അടുത്ത ഓപ്ഷൻ കണ്ടോ, 30 മിനിറ്റ് 30 സെക്കൻഡ് എന്നാണ് കിടക്കുന്നത്. അല്ലാതെ അവിടെ 34 വരുന്നില്ല, കണ്ടോ? അപ്പോൾ ആ ഓപ്ഷൻ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. മൊത്തം 40 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ 20/3 ആണ് എങ്കിൽ എത്ര അവിടെ വന്നിട്ടുണ്ടാകും? മിനിമം 270 മിനിറ്റ് അവിടെ കവർ ചെയ്തിട്ടുണ്ടാകും. 270 സെക്കൻഡ് കവർ ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, 270 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 4 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ ആണ്. ഓക്കെ ആണോ? 4 മിനിറ്റ് പ്ലസ് എക്സ്ട്രാ ആണ്. അപ്പോൾ 30ൻ്റെ കൂടെ 4 കൂടിയിട്ടുണ്ട്. അപ്പോൾ 34 ആണോ? അല്ല, മിനിമം 4 കൂടിയിട്ടുണ്ട്. പിന്നെ ചില്ലറയും കൂടെ ഉണ്ട്. ചില്ലറ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ സി മാത്രമാണ്. അതങ്ങ് എടുത്തേക്ക് കേട്ടോ. ശരി, ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ജെഇയുടെ ഒരു പ്രീവിയസ് ഒരു ചോദ്യം മൊത്തമായിട്ട് എടുക്കുമ്പോൾ പരിഗണിക്കാനുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ മൊത്തമായിട്ടൊന്ന് നോക്കിയിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.